കാരണം നിങ്ങൾക്ക് പഴയ നിയമത്തിലെ നീതിയാണോ പുതിയ നിയമത്തിലെ നീതിയാണോ കൂടുതൽ ടഫ്? ഇപ്പം പുതിയ നിയമത്തിൽ വന്ന ശേഷം പാസ്റ്റർമാരെല്ലാം പഴയ നിയമത്തിലെ നീതി പ്രസംഗിക്കാൻ കാരണം എന്താ? ഇത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കണ്ണ് നോക്കിയാൽ ചൂടിനെടുത്ത് എറിഞ്ഞു കളയണം. സ്ത്രീയെ മോഹിക്കുന്നതിന് വേണ്ടി നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തു പോയി. അത് അന്ന് കർത്താവ് പറഞ്ഞത് ഒരു 5-6 വർഷം മുമ്പാണ്. ഇവിടെ ഋഷിരാജ് സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് അത് 14 സെക്കൻഡ് നോക്കിയാലാണ് പാപമെന്ന്. ആലോചിച്ച് നോക്കി. അപ്പോൾ കർത്താവ് അന്നേ പറഞ്ഞിട്ടുണ്ട് നോക്കിയാൽ അത് വ്യഭിചാരമെന്ന് അവിടെ എഴുതി കഴിഞ്ഞു. ഇത്ര ഭയങ്കര നിയമങ്ങൾ. അപ്പോൾ പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ അവിടെ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ വിട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പം ഇവിടെ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അതിനേക്കാൾ 1000 ഇരട്ടി ശക്തിയിൽ വന്ന് നിൽക്കുക. രാവിലെ എഴുന്നേക്കണം, 4 കറി വേണം, അത് ഫ്രഷ് വേണം, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. റൂം അടിച്ചു വാരി ക്ലീൻ ചെയ്താൽ മാത്രം പോരാ, കഴുകി തുടയ്ക്കണം. ഭയങ്കര പണിയായിപ്പോയി. അപ്പോൾ ശരിക്കും നമുക്കിനി എന്ത് മതി? പഴയ നിയമത്തിലെ ഇറച്ചിയും ബീഫും ഒക്കെ പോരെ? അതുകൊണ്ടാണ് പാസ്റ്റർമാരെല്ലാം ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. കാരണം എന്താ? ഈ പുതിയ നിയമത്തിലേക്ക് വരാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചെന്നൊരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ ഭർത്താവ് ഭയങ്കര ക്രൂരനാണ്. എന്നാൽ പുതിയ നിയമത്തിലെ കർത്താവ് രാത്രി വരെ ഞാൻ അധ്വാനിച്ച് ഒന്നും ആയില്ല, ഒന്നും ശരിയായില്ല. അപ്പോൾ പഴയ നിയമത്തിലൊന്നും ശരിയായില്ലെങ്കിൽ പുതിയ നിയമത്തിലെ കാര്യം അറിയാമല്ലോ, ഒന്നും ശരിയായിട്ടില്ല. ഞാൻ വൈകിട്ട് നിന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എന്തോ ആയി പരിപാടി, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീയല്ല ഞാൻ ചെയ്തോളാം. അതെങ്ങനെയുണ്ട് പരിപാടി? ഈ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യയോട് ഇരിപ്പുണ്ട്, ഞാനങ്ങനെ പണിയൊന്നും ചെയ്യുന്ന ആളല്ല, കാരണം എനിക്ക് ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രം പരിഗണിക്കണം. ഓക്കെ, ഭർത്താവിന് ഭാര്യയോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇത്രയും സഹായിക്കുന്നു വയ്ക്കാം. ഓക്കെ, ഇത്രയും സ്നേഹം ഉണ്ടെങ്കിലോ 50-50, പകുതി നീ ചെയ്യുക, പകുതി ഞാൻ ചെയ്യാം. 360 ഡിഗ്രി സ്നേഹമാണെങ്കിലോ നീ അവിടെ ഇരുന്നോ. ഈ ഭർത്താവ് ഭയങ്കര എക്സ്പേർട്ടും ഭാര്യ ഒന്നും അറിയാൻ വയ്യാത്ത ആളാണെങ്കിലും ഭർത്താവ് ഭാര്യയോട് എന്തായിരിക്കും പറയുന്നത്? നീ അനങ്ങാതിരിക്കാമെങ്കിൽ ഞാൻ നിനക്ക് വല്ലതും തരാം. എൻ്റെ ഭാര്യ എന്നോടാ പറയുന്നത് കുറേ കഴിയുമ്പോൾ, നിങ്ങളവിടെ അടങ്ങിയിരുന്നാൽ എനിക്ക് അത്രയും നല്ലപോലെ ചെയ്യാം, കാരണം ഞാൻ ഒരു സ്കില്ലുള്ള ആളല്ല. ഓക്കെ, അപ്പോൾ ഭർത്താവ് അങ്ങനെ നമ്മൾ പറയുന്നത്, കർത്താവ് അങ്ങനെ പറയുന്നത്, നീ ഇതിനകത്ത് പണിയാൻ പോയാൽ പ്രശ്നമാവും, നീ മരിച്ചോ, ഞാനിത് ചെയ്തോളാം. ഇതാണ് ന്യായപ്രമാണത്താലുള്ള നീതിയല്ല, ഇത് ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ടുള്ള നീതിയാണ്. എത്ര പേർക്ക് മനസ്സിലായത്? നിങ്ങളൊന്ന് ആലോചിക്കുക, പൗലോസ് എന്ത് കഷ്ടപ്പെട്ട ഇത് എഴുതിയെന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് പാടുപെടുന്നു ആലോചിക്കുക. അപ്പോൾ ഇനിയും മീശ പഠിച്ചാലുള്ള നീതിയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതിനേക്കാളൊക്കെ ഉന്നതമായ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന അത്രയും വലിയ നീതിയിലേക്കാണ് നമ്മൾ വിശ്വാസത്താൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ആത്മാവ് നമ്മോട് സാക്ഷ്യം പറയുമ്പോൾ അതൊരാണയായി നമ്മൾ കർത്താവിൻ്റെ ഒരു പ്രബോധനമായി, ഒരു ശക്തിയുള്ള പ്രബോധനമായി നമ്മൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ ധൈര്യമില്ലാത്ത ഒരാൾക്ക് സുവിശേഷം പറഞ്ഞുകൊണ്ട് പോകാനോ മിഷണറി ആകാനോ കാറ്റുപോലെ പോകാനോ ഒന്നും സാധിക്കത്തില്ല. കാരണം അങ്ങനെ പോകാൻ പറ്റണമെങ്കിൽ എനിക്കൊരു ഭവനമുണ്ടെന്നും ഞാൻ അവിടെ പോകുമെന്നുമുള്ള ഉറപ്പ് എൻ്റെ ഉള്ളിലുണ്ടാകണം. അത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് ഒരു ശക്തിയുള്ള പ്രബോധനമായിട്ടാണ്. നമുക്ക് ആ രക്ഷയുടെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ എബ്രഹാമിൻ്റെ സന്തതികളാകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്നത് എൻ്റെ പ്രത്യേകത, എബ്രഹാമിൻ്റെ ഫെയ്ത്ത് it was not something that was located in him. The locus of Abraham's faith was not within himself, but it was on the promises of God. ശരിക്കും ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നതിൻ്റെ ലോക്കസ്, അതിൻ്റെ ലൊക്കേഷൻ, അത് ശരിക്കും ഒരു മനുഷ്യൻ്റെ കഴിവല്ല, ഒരു മനുഷ്യൻ്റെ ഭക്തിയല്ല, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതാണ് എബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. When Abraham looked at himself, he was not qualified, but he trusted the grace of God which justified him. അപ്പോൾ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക. അപ്പോൾ ഈ പല ആൾക്കാരും ഈ വിശ്വാസം എന്നുള്ളതിനെ വളരെ ബലഹീനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ എങ്ങനെയാണ് നീതി വരുന്നതെന്നുള്ള കാര്യം പല സമയത്ത് ആളുകൾ ഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഒത്തിരി കൺഫ്യൂഷൻ ഈ വിഷയങ്ങളെക്കുറിച്ച് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഫെയ്ത്ത് അലോൺ, എന്തുകൊണ്ട് വിശ്വാസം മാത്രം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് നടക്കാത്ത ഒരു നീതി വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പരീക്ഷ വളരെ ഈസിയാണെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പഠിച്ചു പോയി എഴുതി. പക്ഷേ അത് ഡിഫിക്കൽട്ട് ആകും തോറും നമുക്ക് നമ്മുടെ പ്രവൃത്തിക്ക് അപ്പുറത്ത് ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ.
വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത് എപ്പോഴും പ്രവൃത്തിയാലുള്ള നീതിയേക്കാളും ഉന്നതമാണ്. പ്രവൃത്തി കൊണ്ട് എത്താൻ പറ്റാത്തൊരു തലത്തിലേക്കാണ് വിശ്വാസം നമ്മളെ കൊണ്ടു ചെല്ലുന്നത്. എങ്ങനെയാണ് ഈ വിശ്വാസത്താലുള്ള നീതി ഈ പ്രവൃത്തിയാലുള്ള നീതിയേക്കാളും ഉന്നതമായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഇതിന് വേണ്ടി നമ്മൾ വായിക്കുന്നതായിരിക്കും. രണ്ട് വാക്യങ്ങൾ റോമാലേഖനത്തിൽ നിന്ന്, അതിൻ്റെ 5-ാമത്തെ അധ്യായം. നമ്മൾ എങ്ങനെയോ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാനിത് സിസ്റ്റമാറ്റിക്കായിട്ട് എടുക്കണമെന്നും വിചാരിച്ചില്ല. പക്ഷേ പറഞ്ഞു വരുമ്പം അപ്പോസ്തലന്മാർ ആത്മാവിൽ എഴുതിയത് അങ്ങനെയാണ്, വ്യവസ്ഥാപിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ അടുത്തിടെ ഒരു 2-3 വർഷം മുമ്പ് കണ്ടെത്തിയ ഒരു കാര്യമാണ് ഈ അപ്പോസ്തലിക ലേഖനങ്ങൾ. അത് റോമാലേഖനം മുതൽ നമ്മൾ യൂദായുടെ ലേഖനം വരെ വായിക്കുമ്പോൾ അതിനകത്ത് വളരെ മനോഹരമായൊരു ഓർഡർ ഓഫ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. റോമാലേഖനവും ഗലാത്യ ലേഖനവും എഫ് ലേഖനവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നീതീകരണത്തെ സംബന്ധിക്കുന്നതാണ്. എഫ് ലേഖനം 3:15 വരെ, അതായത് റോമാലേഖനം മുതൽ എഫ് ലേഖനത്തിൻ്റെ 3:15 വരെയുള്ള വാക്യങ്ങൾ നീതീകരണത്തെ സംബന്ധിക്കുന്നതും എഫ് ലേഖനം 3:16 മുതൽ യൂദാ തീരുന്നത് വരെ വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്നതുമാണ്. അത് കൃത്യം പാറ്റേണിലാണ് അത് വെച്ചിരിക്കുന്നത്. ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കർത്താവ് അനുവദിച്ചാൽ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അവിടെ എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വിശുദ്ധീകരണം എന്നുള്ളത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഓർഡർ, നമുക്ക് ഈ അപ്പോസ്തലിക ലേഖനങ്ങളുടെ മേൽ നമുക്കൊരു പിടി ഉണ്ടായാൽ ഈ വേദപുസ്തകം മുഴുവൻ നമുക്ക് മനസ്സിലാവും. എന്താണ് ഈ ഡോക്ട്രിൻ എന്നുള്ളത്, അതിൻ്റെ ആ സ്കെലിറ്റൺ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ദിനോസറിൻ്റെ സ്കെലിറ്റനാണോ അതോ ഇത് ആനയുടെ സ്കെലിറ്റനാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം സ്കെലിറ്റൺ കാണണ്ടേ, അല്ലേ? അപ്പോൾ ഈ പഥ്യോപദേശം, അതായത് സൗണ്ട് ഡോക്ട്രിൻ, 2 തരത്തിലുള്ള ഡോക്ട്രിൻസ് ആണുള്ളത്. ഒന്ന് സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറയും. സൗണ്ട് ഡോക്ട്രിൻ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മിക്കവാറും ആൾക്കാർ മോറൽ ടീച്ചിങ്ങിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ കള്ളു കുടിക്കരുത്, മോഷ്ടിക്കരുത്. ഇതിന് മോറൽ ടീച്ചിങ് എന്ന് പറയുന്നത്. മോറൽ ടീച്ചിങ് വേണ്ട എന്നല്ല, പക്ഷേ ഒരു സൗണ്ട് ഡോക്ട്രിൻ ഇല്ലാതെ ഈ മോറൽ ടീച്ചിങ് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ റോമാലേഖനം നോക്കിയാലും എബ്രായ ലേഖനം നോക്കിയാലും ആദ്യത്തെ അധ്യായങ്ങൾ മുഴുവൻ സൗണ്ട് ഡോക്ട്രിനും അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം മോറൽ ടീച്ചിങ്ങുമായിട്ടാണ്. എല്ലാ ലേഖനങ്ങളും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിലാണെങ്കിൽ 13 അധ്യായത്തിൻ്റെ 14 വാക്യം വരെ സൗണ്ട് ഡോക്ട്രിനും അവസാനമുള്ള കുറച്ച് ഭാഗം മാത്രം മോറൽ ടീച്ചിങ്ങുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോറൽ ടീച്ചിങ് നമുക്ക് വേണം, പക്ഷെ അത് സൗണ്ട് ഡോക്ട്രിനും, അതായത് പഥ്യോപദേശത്തിൻ്റെ മുകളിലല്ലെങ്കിൽ ആ സൗണ്ട് ഡോക്ട്രിൻ മോറൽ ടീച്ചിങ് വെറുതെ മനുഷ്യ പ്രയത്നമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ശരിക്കും അത് വിശുദ്ധീകരണത്തിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഇതാ വ്യവസ്ഥാപിതമായി തന്നെ നമ്മൾ ഈ വചനങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ വ്യാപിച്ചു കിടക്കുന്ന അപ്പോസ്റ്റലിക് ടീച്ചിങ്, അപ്പോസ്റ്റലിക് ഫൗണ്ടേഷൻസ് ഓഫ് എ ചർച്ച്, അതായത് അപ്പോസ്റ്റലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട സഭയ്ക്ക് ഈ അപ്പോസ്തലിക ഉപദേശങ്ങളുടെ വ്യാഖ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. 5-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് പ്രവൃത്തിയാലായിരുന്നെങ്കിൽ യാതൊരു സമാധാനവും നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ദൈവവുമായിട്ട് ഒരു സമാധാനം ഉണ്ടാകാനുള്ള കാരണം ഇത് വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അടുത്ത വാക്യം പറയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പം ഈ കൃപയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൃപ? പ്രവർത്തിക്കുന്ന ഒരാളെ നീതിമാനെന്ന് വിളിക്കുന്നതിന് പകരം വിശ്വസിക്കുന്നവരെ നീതിമാനെന്ന് വിളിക്കാൻ ദൈവം തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ കൃപ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ പ്രവൃത്തി ഇല്ലാതെ എങ്ങനെയാണ്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അത്. ഓക്കെ, ഇതിന് നമുക്കൊരു ഈ പ്രവൃത്തി എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഒരു വിശ്വാസത്താലുള്ള പ്രവൃത്തിയും വിശ്വാസത്താലുള്ള നീതിയും പ്രവൃത്തിയാലുള്ള നീതിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. നിങ്ങൾ സങ്കല്പിക്കുക, ഈ ക്ലോക്ക് ഒരു ടാർഗറ്റ് ബോർഡാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു ടാർഗറ്റ് ബോർഡാണെന്ന് വിചാരിക്കുക. ഓക്കെ, വിചാരിച്ചോ എല്ലാവരും? അതിന് നടുക്കൊരു റെഡ് സ്പോട്ടും അതിന് ചുറ്റും കുറേ വൃത്തങ്ങളുണ്ടെന്ന് വിചാരിച്ചോ? എല്ലാവരും വിചാരിച്ചല്ലോ? ഓക്കെ. ഇനി ആ റെഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ പണ്ടുകാലത്ത് കുത്തിക്കൊണ്ടിരുന്ന പൊട്ട് പോലെ ഉള്ളൂ എന്ന് വിചാരിക്കുക. എപ്പോൾ കുത്തിക്കൊണ്ടിരുന്നേ? കുത്തിക്കൊണ്ടിരുന്ന പൊട്ട് പോലെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, വിചാരിച്ചോ? അത്രയും വിചാരിച്ചോ? ഇനി അവിടെ നിന്ന് നിങ്ങളോട് പറയണം, ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഡിമാൻഡ് ഈസ് ബിയോണ്ട് അവർ എബിലിറ്റി.
അപ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്നത് ആ ഭിത്തിയുടെ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ആരം എടുത്ത് എറിയുമ്പം ആ കറക്റ്റ് പൊട്ടിൽ കൊള്ളണം. കൊണ്ടില്ലെങ്കിൽ ഹമാർത്ഥിയ എന്ന് വിളിച്ച് പറയും, പാപം, ലക്ഷ്യം തെറ്റിപ്പോവും. ഇത്ര ഭയങ്കര ഒരു നീതിയാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് എന്ത് ചെയ്താലും ഹൃദയം അതിനോട് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ആ നീതി ഫെയിലായി. കാരണം ദൈവം എപ്പോഴും ഹൃദയത്തെ നോക്കുന്നത്. എൻ്റെ കിഡ്നി എടുത്ത് കൊടുത്താലും ഈ ഹൃദയം കൊണ്ട് അവനെ ജീവനെ പോലെ സ്നേഹിച്ചില്ലെങ്കിൽ ആ കിഡ്നി കൊടുക്കുന്ന വെറുതെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ആരോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആരോ തന്നാൽ ബാക്കിൽ നിർത്തിയിട്ട് ഈ പൊട്ടിലെറിഞ്ഞ് കൊള്ളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരിക്കും? അയ്യോ പോക്കാന്ന് അപ്പം തന്നെ പറയുമല്ലേ. കാരണം നമ്മുടെ എബിലിറ്റിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോക്കാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് 5:19 നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു വരാം. കാരണം ഇത് വളരെ വിശദമായ ഒരു തിയോളജിക്കൽ സ്റ്റഡിയാണ് റോമാലേഖനത്തിൽ പൗലോസ് അഴിച്ചു വിട്ടിരിക്കുന്നത്. ഇതൊന്ന് അഴിച്ചു പറിച്ച് എടുത്തത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറേ മാസങ്ങൾ എടുക്കും. അപ്പോൾ 5:19 ഒന്ന് വായിച്ചേ. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. അപ്പം നമുക്ക് വിശ്വാസത്താലുള്ള നീതിയുടെ പ്രത്യേകത ഇത് ഏകന്റെ അനുസരണത്താൽ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും യേശു കർത്താവ് ജീവിക്കുമ്പോൾ അവൻ ഓരോ ആരോ എറിയുമ്പോഴും, അതായത് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും കൃത്യം ആ സ്പോട്ടിൽ കൊള്ളുമായിരുന്നു. ഹി വാസ് പെർഫെക്റ്റ് ഇൻ എവറിത്തിങ് ദാറ്റ് ഹി ഡിഡ്. സമ്മതിച്ചോ? അപ്പോൾ യേശുവിന് ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ആദം, ഒടുക്കത്തെ ആദമായിട്ടാണ്. 2 ആദമാണ്. ഒന്ന് ആദ്യത്തെ ആദം, അനുസരണക്കേട് കാണിച്ച ആദം. ആ ആദമിൽ നമ്മളുണ്ടായിരുന്നു, അല്ലേ? ആദം പാപം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ഉണ്ടായിട്ടില്ല, പക്ഷേ നമ്മൾ വന്നത് എവിടെ നിന്നാണ്? ആദമിനകത്തുനിന്ന്. അപ്പോൾ ആദം പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ആ പഴം പറിച്ചിട്ടും അതിൻ്റെ വിറ്റാമിൻ എല്ലാം കിട്ടിയത് ആർക്കാ? ആ വിറ്റാമിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ അന്ത്യകാലം ആകുമ്പോഴേക്കും വിറ്റാമിന് ഭയങ്കര പവർ കൂടുതലാണ്. കാരണം നന്മതിന്മകളുടെ അറിവ് അത് കൂടി വരും. അതായത് ഇപ്പം നോക്കി, ഈ നന്മതിന്മകളുടെ അറിവ് വന്ന് ഇപ്പം ദൈവം ദൈവത്തെ തോപ്പിക്കുന്ന രീതിയിലാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. നമ്മൾ പറയുകയാണ് ദൈവം സ്നേഹമാകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ വലിയ സ്നേഹമാകുന്നു. കാരണം ദൈവം ഹോമോസെക്ഷൽസിനെ അടുപ്പിക്കുന്നില്ല, ഞങ്ങൾ അവരെയും കെട്ടിപ്പിടിക്കുന്നവരാണ്. അപ്പോൾ ആർക്കാ കൂടുതൽ സ്നേഹം? അപ്പം മനുഷ്യൻ അവൻ്റെ ഒരു നന്മതിന്മകളുടെ വിവേചനം വെച്ച് നീതി എന്താണെന്ന് കണ്ടുപിടിക്കുകയും ദൈവത്തിൻ്റെ നീതി ഒന്നും അല്ലാതാക്കുകയും ഞാൻ തന്നെ നീതിമാനെന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ പഴം ഉണ്ടാക്കിയത്. അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും, ഈ ലോകം ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ദൈവത്തിൻ്റെ നീതിയെ ആൾക്കാർ അവഗണിക്കുകയും നമ്മളൊക്കെ രാജ്യദ്രോഹികളും മനുഷ്യസ്നേഹമില്ലാത്തവരും ഒന്ന് ലോകം മുഴുവൻ വിധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ദൈവം സൃഷ്ടിച്ച നമുക്ക് കുറേ നടക്കും, ടയർഡാവും, ഹാർട്ട് ചിലപ്പോൾ അടിച്ചു പോവും, കിഡ്നി ചിലപ്പം കംപ്ലൈൻ്റ് ആവും. ഏതായാലും 60, 70, ഏറിയാൽ 80, 90, 100 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പറന്നു പോകും. പക്ഷെ മനുഷ്യനുണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങനെയല്ല. ഞാൻ പോയി കഴിഞ്ഞാലും എൻ്റെ അതേ ചേഷ്ടകൾ, വാക്കുകൾ കോപ്പി ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ പോയാൽ ഈ റോബോട്ട് വന്ന് റോമാലേഖനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും. കാരണം ഇത് ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങൾ മുഴുവൻ ഇതിന് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഞാൻ പ്രസംഗിച്ച അതേ ചേഷ്ടകൾ അനുസരിച്ച് മരണമില്ല. അപ്പോൾ ദൈവത്തോട് മനുഷ്യൻ പറയണം, കണ്ടോ ഞങ്ങൾ സൃഷ്ടിച്ച ആളെ കണ്ടോ, മരണവുമില്ല, പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല. ഓരോ പ്രാവശ്യം ചിപ്പ് മാറ്റി വയ്ക്കുമ്പം കൂടുതൽ പവർഫുള്ളായി വരുന്ന ചേസ് എങ്ങനെയുണ്ട്? അപ്പോൾ ഈ നന്മതിന്മകളുടെ അറിവെന്ന് പറയുന്ന അവസാന കാലം വരുമ്പോഴേക്കും ദൈവത്തെ വെല്ലുവിളിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടിയെയും ദൈവത്തിൻ്റെ നീതിയെയും സന്മാർഗത്തെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആദമിൽ നമ്മൾ ബയോളജിക്കലി വി വെയർ ഇൻ ആദം, ബട്ട് ബൈ ദ എലക്ഷൻ ഓഫ് ഗോഡ്, ബട്ട് ബൈ അവർ ഫെയ്ത്ത് വി ആർ ഇൻ ക്രൈസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ ബയോളജിക്കലി ആദമിനുണ്ടായിരുന്ന എല്ലാവരും പാപികളായി മാറി. എന്നാൽ ക്രിസ്തു അനുസരിച്ചപ്പോൾ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നവരെല്ലാം നീതിമാന്മാരാക്കി മാറ്റാൻ ദൈവം തീരുമാനിച്ചു. ഇപ്പോഴിത് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. നമുക്ക് ഈ പൊട്ടിലേക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഞാനിപ്പോൾ വിശ്വാസിയാണ്. എന്താ വിശ്വസിക്കുന്നറിയോ? ഈ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അത് പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വിശ്വാസം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഗലാത്യ ലേഖനം 2:20 പറയുന്ന പോലെ, ഞാൻ അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല
ക്രിസ്തു അത്രേ. അപ്പൊ കാഴ്ചയിൽ ജീവിക്കുമ്പോൾ ഞാനും വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ഞാനല്ല ക്രിസ്തു അത്രേ എന്നാ പറയുന്നത്. അപ്പൊ വിശ്വാസത്തിൽ നോക്കുമ്പോൾ ഞാൻ എന്തിയെ, ഞാനല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ എന്തിയെ, ഞാൻ അവൻ്റെ കൂടെ ആ ക്രൂശിൽ മരിച്ചു, ഇനി ജീവിക്കുന്നത്. ഇതാണ് ഫെയ്ത്ത്. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തോ? ഈ ഫെയ്ത്ത് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത്, എൻ്റെ ബ്രദറെ, ഞങ്ങൾ വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്, ഞങ്ങൾ ആരോടും പൈസ ചോദിക്കാറില്ല, അല്ലേ? ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരോടും പറയാറില്ല, ഞങ്ങൾ രോഗം വന്നാൽ പോലും ആശുപത്രിയിൽ പോകാറില്ല, ചികിത്സിക്കാറില്ല, ഡിവൈൻ ഹീലിങ്ങിലാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് അവിടെയും വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്. ഈ വിശ്വാസത്തെ ഒരു ചൂണ്ടയായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ, ഈ ചൂണ്ടയിടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? പൈസ, അല്ലേ? നിങ്ങൾ വിശ്വസിച്ച് എന്താ നേടിയത്? പൈസ, രോഗശാന്തി, അല്ലേ? നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. പക്ഷെ ശരിക്കുള്ള വിശ്വാസ ജീവിതത്തിനാണ് നമ്മൾ എന്താ നേടുന്നത്? പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, ന്യായപ്രമാണം എന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പം ഈ പൗലോസിന്റെ വിശ്വാസത്തിലൂടെ പൗലോസ് എന്താ നേടിയത്? പൈസയല്ല, പിന്നെ ഹീലിംഗ് അല്ല, പിന്നെ നേടിയത് ക്രിസ്തുവിനെ തന്നെയാണ്. അതെങ്ങനെ നേടുന്നത്? ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത് എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതിൻ്റെ തിയോളജി, അതിൻ്റെ വേദശാസ്ത്രം ഈ റോമാലേഖനം 6, 7, 8 അധ്യായങ്ങളിലുണ്ട്. നമ്മളത് അങ്ങോട്ട് കടന്നു വരും. ഇതൊരു എത്തിനോട്ടം മാത്രമാണ്. എന്താണ് ഫെയ്ത്ത് എന്നുള്ളതിലേക്ക് ഒരു എത്തിനോട്ടം. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയാണ്, ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. അപ്പം ഞാൻ എന്തിയെ? ഞാൻ മരിച്ചു. അപ്പം ഞാൻ ഉന്നം വയ്ക്കുന്നത് എങ്ങോട്ടാ? ആ പാസ്റ്റർ കൊള്ളാം കേട്ടോ, അങ്ങനെ വേണം. അപ്പോൾ ആരെ ഉന്നം വെച്ചത്? പാസ്റ്ററെ. അയാൾ ഭയങ്കര നീതിമാനാണ്, അങ്ങനെ ജീവിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ. അപ്പോൾ ആരെ ഉന്നം വെച്ചത്? മനുഷ്യനെ. ഇനി ക്രിസ്തുവിനെ ഒന്ന് ഉന്നം വെച്ചേ. ക്രിസ്തുവിനെ ഉന്നം വയ്ക്കുമ്പം എങ്ങനെയാണെന്നറിയോ? ഞാൻ എന്താണ്? ഒന്നുമില്ല, കർത്താവിനെ പോലെ ഒന്നും ആകാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ കർത്താവിന് ഉന്നം വയ്ക്കണമെങ്കിൽ നമുക്ക് അസാമാന്യമായ ഗട്ട്സ് വേണം, അല്ലേ? വേണോ? അപ്പം ഞാൻ പറയാണ്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് പറയുമ്പം, ഇപ്പോൾ ഒരാളെ തല്ലിന്ന് വിചാരിച്ചോ, ഒരാളെന്നെ തല്ലി, മരിച്ച ആളെ തല്ലിയാൽ എന്ത് സംഭവിക്കും? നീ എന്തിനാടാ എന്നെ തല്ലിന്ന് ചോദിച്ചോണ്ട് ചാടി വരുമോ? അവൻ ചത്തു. അപ്പം എന്നെ തല്ലിക്കഴിഞ്ഞാൽ ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? എന്നെ അടിച്ചത് ഞാൻ കണക്ക് കൂട്ടില്ല, ആ ആളെ പോയി കെട്ടിപ്പിടിക്കും. കാരണം എന്താ? ഞാനല്ല, ക്രിസ്തു അത്രേ. ഇതാണ് വിശ്വാസം പ്രവൃത്തിയായി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഉന്നം വെച്ചു, എറിഞ്ഞു, പക്ഷെ കൊണ്ടത് വഴി വീണേ ഉള്ളൂ. ഞാൻ വിചാരിക്കും, എൻ്റെ കർത്താവെ, നിന്നെപ്പോലെ ഞാൻ എന്തെങ്കിലും ആവുമോ? അടുത്തതെറിഞ്ഞു, അത് കുറച്ചുകൂടെ മുമ്പ് വന്ന് വീണു. ഇങ്ങനെ എറിഞ്ഞ് അവസാനം ഒരെണ്ണം ക്ലോക്കിൻ്റെ ജസ്റ്റ് ആ പടിയേൽ വന്ന് കൊണ്ടു, ഞാൻ ചത്തുപോയി. കർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കർത്താവ് ചോദിച്ചു, നിൻ്റെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ്, ഇപ്പം നീ എന്നെ നരകത്തിലിട്ടാലും ഒരു പരാതി എനിക്കില്ല. കാരണം ഒരു പ്രവൃത്തി പോലും കർത്താവ് ചെയ്യുന്ന പോലെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പ്രവൃത്തി വെച്ച് നോക്കിയാൽ ഞാൻ വെറും പൊട്ടനായി തന്നെ ഇരിക്കുന്നു. എന്നാൽ പരീശൻ്റെ ശാസ്ത്രിയുടെ നീതിയൊക്കെ ഞാൻ കവിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ നീതി എന്ന് പറയുന്ന സമ്മം ബോണം, ഏറ്റവും ടോപ്പ്, മനുഷ്യൻ അസാധ്യമായ സ്വർഗീയ നീതിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഇപ്പം നീ എന്നെ പിടിച്ച് നരകത്തിലിട്ടാലും എനിക്കൊരു പരാതിയുമില്ല. കാരണം സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല, ഒരു ചെറിയ പിറുവിറുപ്പ് പോലും സ്വർഗത്തിൽ സംഭവിക്കില്ല, ഒരു ബ്ലെമിഷ് ഉള്ളതൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. അപ്പോൾ ഇപ്പോൾ എന്നെ നരകത്തിലിട്ടാലും എനിക്കൊരു പരാതിയുമില്ല. അപ്പോഴും ദൂതന്മാരെല്ലാം കർത്താവിനെ വാഴ്ത്തും. അവനുണ്ടല്ലോ, ഒരു ബ്ലെമിഷ് ഉള്ളവനെ ഈ സ്വർഗത്തിൽ കയറ്റാത്ത നമ്മുടെ ദൈവം എത്ര പരിശുദ്ധൻ എന്നും പറഞ്ഞായിരിക്കും അപ്പോൾ ദൂതന്മാർ ആരാധിക്കുന്നത്. ദൈവത്തിനൊരു കുഴപ്പമില്ല. നമ്മളെ ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോയില്ലെങ്കിലും ദൈവത്തിനൊന്നും കുറവില്ല. കാരണം ആരാധന അങ്ങനെയായിരിക്കും. പക്ഷെ കർത്താവ് പറയാണ്, മോനെ, നിൻ്റെ പ്രവൃത്തി നോക്കിയാൽ നിൻ്റെ മാർക്ക് 0. പക്ഷെ ഞാൻ പ്രവൃത്തിയല്ല നോക്കിയത്, നീ എങ്ങോട്ടാ ഉന്നം വെക്കുന്നതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എങ്ങോട്ടാ ഉന്നം വെച്ചത്? ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ വേണ്ടി പോയി കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഉന്നം വെക്കുന്ന ക്രിസ്തുവിനെ ആണെങ്കിൽ, ഒരു സൽപ്രവൃത്തിയല്ല, ഒരു മനുഷ്യനെ അല്ല, കർത്താവെ, ഞാനല്ല, ക്രിസ്തുവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്ന് എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ ആ വിശ്വാസം തന്നെയാണ് നീതി.
എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ വിശ്വാസത്താലുള്ള നീതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ കർത്താവ് ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് എൻ്റെ ഉള്ളിൽ ആ ഫെയ്ത്ത് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ലീവ്ഡ് ഇൻ ഫെയ്ത്ത്. മനസ്സിലായോ? അപ്പോൾ ഞാനല്ല, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നു ജീവിക്കുന്നു. ഞാൻ ഇപ്പോൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ച് തന്ന ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. എങ്ങനെ ജീവിക്കുന്നത്? ഞാനല്ല ക്രിസ്തു അത്രേ, ഞാൻ അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഓൾറെഡി പാസ്റ്റ് സംഭവമായിട്ടാണല്ലോ പറയുന്നത്. അവനോടുകൂടെ നാം ക്രൂശിക്കപ്പെട്ടു. അത് നമ്മൾ ജനിച്ചിട്ട് പോലും ഇല്ല. ഈ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനോടുകൂടെ കാൽവരി ക്രൂശിൽ മരിച്ചത്? 2 കൊരിന്ത്യർ ലേഖനം 5:14 വായിച്ചു നോക്കിയാൽ 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് പറയണമെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓക്കെ, നമുക്കത് നോക്കാം. വിശ്വാസം എന്നതോ, ബാക്കി പറ, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. അപ്പൊ നമുക്ക് ഈ കാണാത്ത കാര്യങ്ങൾ എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഉത്തരം മനസ്സിലാവും. കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് നമുക്ക് ഒരു സ്ഥിരം എല്ലാ മീറ്റിംഗ് നടത്താൻ ഒരു ഹാൾ ഇവിടെ കിട്ടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമുക്ക് മാത്രം എൻ്റെ കീ, നമുക്കിഷ്ടമുള്ളപ്പോഴെല്ലാം വന്ന് മീറ്റിംഗ് നടത്താം. പ്രാർത്ഥനയാണെങ്കിൽ എല്ലാ ദിവസവും അതേ ഹാളിൽ തന്നെ നടത്താം. എത്ര പേർക്ക് സന്തോഷം ഉണ്ടാവും? അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് വിശ്വാസത്തോടെ ഒരു ഹാളിനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം അല്ലത്, ഇല്ലാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. ഹോളില്ല. ഇപ്പോൾ ഇല്ലാത്ത കാറ് വരും, ഇല്ലാത്ത ജോലി വരും, ഇല്ലാത്ത വീട് വെക്കും. അപ്പം ഇതെല്ലാം കാണാത്ത കാര്യമാണോ ഇല്ലാത്ത കാര്യമാണോ? അപ്പം വിശ്വാസം എന്നതോ മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി കാണാത്ത കാര്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. അതില്ലാത്ത കാര്യമാണോ കാണാത്ത കാര്യമാണോ? വലിയ വ്യത്യാസം ഉണ്ടല്ലോ ഇത് തമ്മിൽ. വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യമാണോ കാണാത്ത കാര്യമാണോ? അപ്പോൾ നമ്മുടെ ഇടയിൽ കർത്താവുണ്ട്, നമ്മൾ കാണുന്നില്ല, പക്ഷെ ഇല്ലാത്ത കാര്യമല്ല. പിന്നെ അതെന്താണ്? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അല്ല. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്തിന് കുഴപ്പമൊന്നുമില്ല. സ്വർഗത്തിൽ പോകുന്ന വിശ്വാസം അല്ലത്. അത് കാറ് കിട്ടുന്ന വിശ്വാസം, വീട് കിട്ടുന്ന വിശ്വാസം, വിശ്വസിച്ച് മേടിച്ചോ. പക്ഷെ അതിന് ഈ നമ്മുടെ രക്ഷയുമായി ബന്ധമില്ല. നിങ്ങൾ കാറോ ജീപ്പോ ഹെലികോപ്റ്ററോ എയറോപ്ലെയിനോ എന്ത് വേണമെങ്കിലും ഓടിച്ചോ. നമ്മുടെ എറണാകുളത്ത് ഒരു ചർച്ചിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയായിരുന്നു. അവരുടെ ടെറസിന് മുകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങണമെന്നായിരുന്നു. പുള്ളി ഹെലികോപ്റ്ററോ റോക്കറ്റോ എന്ത് വേണമെങ്കിലും ഇറക്കണം, നമുക്ക് അതൊന്നും പ്രശ്നമില്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല, പിന്നെയോ കാണാത്തത് കാണിക്കുന്ന കാര്യമാണ്. രക്ഷാകരമായ വിശ്വാസം അങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ഭൂമി നിങ്ങൾ വിശ്വസിച്ച് കറക്കിയതാണോ അതോ ഭൂമി കറങ്ങുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതാണോ? അപ്പോൾ വിശ്വാസം എന്തിനുള്ളതാ? നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് ദൈവം അവിടെ ഉണ്ടായതാണോ അതോ ദൈവം ഉള്ളതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതാണോ? അപ്പോൾ വിശ്വാസം കൊണ്ടൊന്നും സാധിക്കുന്നില്ല, കാണാത്തത് കാണുന്നേ ഉള്ളൂ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞാൽ മനസ്സിലായി, ശരിയാണോ? ആണോ? ഓക്കെ. ഇനി നമുക്ക് ഈ കാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4:18 വായിച്ചു നോക്കി. 2 കൊരിന്ത്യർ ലേഖനം 4:18. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാ?
നിത്യമായ കാര്യങ്ങൾ. അപ്പം വിശ്വാസത്തിൻ്റെ ശരിക്കുള്ള നിർവചനം എന്താ? വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയവും. ഇപ്പോഴാണ് ശരിക്ക് ട്രാക്കിൽ വന്നത്. ഈ പിശാച് ലോകത്തുള്ള സകലരുടെയും വിശ്വാസം മറിച്ച് കളഞ്ഞത് വിശ്വാസം എടുത്തു മാറ്റിക്കൊണ്ടല്ല, ആ വിശ്വാസത്തെ വഴിതെറ്റിച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പ്രത്യാശയുടെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അതെന്താ സാധനം? എന്താണ് ഈ നിത്യമായ കാര്യങ്ങൾ? നമുക്കറിയാം, വേദപുസ്തകം നോക്കുമ്പോൾ വേദപുസ്തകത്തിൽ ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആദിക്ക് മുമ്പ് എന്തായിരുന്നു? ആദിക്ക് മുമ്പ് എന്തായിരുന്നു? മലയാളത്തിൽ പറഞ്ഞേ. അനാദി. അപ്പോൾ അനാദിയിൽ ദൈവം എന്ത് ചെയ്തു? ആദ്യം എന്ത് ചെയ്തു? ടൈമിനെ ഉണ്ടാക്കി. അപ്പോൾ ആദി, ടൈം തുടങ്ങി, ബിഗിനിങ്, ഇൻ ദ ബിഗിനിങ് എന്ന് പറയും. സമയമില്ലാത്തടത്ത് ദൈവം എന്ത് ചെയ്തു? നിത്യതയിൽ ദൈവം എന്ത് ചെയ്തു? ടൈം സ്റ്റാർട്ട് ചെയ്തു, ക്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദി. ഈ ക്ലോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ, ഇൻ ദ ബിഗിനിങ്, ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ഇത് ശാസ്ത്രപരമായിട്ട് ഭയങ്കര കറക്റ്റാണ്. കാരണം ടൈം, സ്പേസ് ആൻഡ് മാറ്റർ, സമയം, ആകാശം, ഭൂമി ഒരേ സമയത്ത് വന്നു, ഒരേ സമയത്ത് പോവും. ഐൻസ്റ്റീൻ്റെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു ഈ സമയം എന്ന് പറയുന്ന സാധനം നിത്യമല്ല, ആപേക്ഷികമാണ്. അദ്ദേഹം എങ്ങനെ അത് പറഞ്ഞെന്നറിയാം? അദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ഭയങ്കര ഈ ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് ലോകത്താർക്കും ആപേക്ഷിക സിദ്ധാന്തം അറിയത്തില്ല. ആദ്യമായിട്ട് പുള്ളിയാണിത് പറയുന്നത്. അന്നിത് കേൾക്കുന്നവർക്ക് ഒരു വകയും മനസ്സിലാകുന്നില്ല. കാരണം ഇന്നും നമ്മൾ സൂക്ഷിച്ച് വായിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഈ ആപേക്ഷിക സിദ്ധാന്തം. പക്ഷേ ഇപ്പം എല്ലാ കോളേജുകളിലും പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് തൊട്ടത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇത് ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി ഇങ്ങനെ ലെക്ചറിന് പോകാൻ നേരത്ത് കഥയാട്ടോ. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എൻ്റെ സാറേ, നിങ്ങളിങ്ങനെ പ്രസംഗിച്ച് ഒരാൾക്ക് ഒരു വകയും മനസ്സിലാകുന്നില്ല, ഇത് എന്തിനാണ് ഇങ്ങനെ പ്രസംഗിച്ചു നടക്കുന്നത് ചോദിച്ചപ്പം ഐൻസ്റ്റീൻ പറഞ്ഞു, എന്നാ ചെയ്യാൻ, ഒരുത്തിനും ഇത് മനസ്സിലാകുന്നില്ല, എനിക്കാണെങ്കിൽ മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇന്ന് ഞാൻ പ്രസംഗിച്ചോളാം. അപ്പം നിനക്കറിയോ? എനിക്കറിയത്തില്ല, പക്ഷേ ഇതെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട്, ഞാൻ അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, ഓക്കെ, നിൻ്റെ കഴിവ് എന്തുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു ഐൻസ്റ്റീൻ. കാരണം അന്ന് ഈ വീഡിയോയും ടി വിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐൻസ്റ്റീൻ എങ്ങനെ ഇരിക്കും, ഡ്രൈവർ എങ്ങനെ ഇരിക്കും ആർക്കും അറിയത്തില്ല. ഇപ്പോൾ കോട്ട് എടുത്ത് കൊടുത്തു. പുള്ളി നേരെ എന്നിട്ട് ഒരു ഒന്നാന്തരം പ്രസംഗം 2 മണിക്കൂർ, ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഐൻസ്റ്റീൻ പറഞ്ഞ് മുഴുവൻ കാണാപ്പാടം പഠിച്ചു. കാരണം ഇയാൾ പ്രസംഗിച്ച് ഡ്രൈവർ ഇത് കാണാതെ പഠിച്ചു. ഇപ്പം ഞാൻ പ്രസംഗിച്ച് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോനും ഇതെല്ലാം കാണാതെ അറിയാം. അപ്പോൾ ഒരു ദിവസം ഈ ഡ്രൈവർ ഇത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പം സദസ്സിലിരുന്ന് ഒരു ഗുരുത്വം കെട്ട ഒരാൾ പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്. പുള്ളി ചോദിച്ചു, 2 മണിക്കൂർ നിങ്ങളോട് ഇരുന്ന് വാചകം അടിച്ചത് ഞങ്ങൾക്ക് ഒരു വക മനസ്സിലായില്ല, ഇതെന്താ നിങ്ങൾ പറഞ്ഞതെന്ന് 1 മിനിറ്റ് കൊണ്ടൊന്ന് ചുരുക്കി പറയാമോ? കാരണം നമുക്ക് ഏത് കാര്യവും മനസ്സിലായെങ്കിൽ അത് വളരെ ചുരുക്കി നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം പറഞ്ഞാൽ അത് ആർക്കും നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. അപ്പോൾ ഡ്രൈവർ ഐൻസ്റ്റീൻ്റെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധി പുള്ളിക്കുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇത്രയും റിസേർച്ച് സ്കോളേഴ്സും പണ്ഡിതന്മാരും ഇരിക്കുന്ന ഈ സദസ്സിൽ ഞാൻ ഈ 2 മണിക്കൂർ പറഞ്ഞ് നിങ്ങൾക്ക് ഒരക്ഷരം പോലും മനസ്സിലായില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നിങ്ങളൊക്കെ എന്ത് പണ്ഡിതന്മാരാണ്. ഇതേ ഞങ്ങളുടെ ഡ്രൈവർ ഇവിടെ വരൂ. അതാരാണ് ഡ്രൈവർ? ഇവിടെ വരും, ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഇതെന്താന്ന്. ഇവർക്ക് ഒരു ലജ്ജ ഉണ്ടാകട്ടെ. പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നു, ഡ്രൈവർ വരുന്നത് അതാരാണ്? അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പം സമയം 9:10 ഈ ഭൂമി ഇവിടെ ഉണ്ട് അല്ലേ? ഇനി 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഭൂമി ഇവിടെ ഇല്ലെങ്കിൽ 9:10 ഇവിടെ ഭൂമി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമി പോകുന്ന വഴിക്ക് ഈ സമയവും അതിൻ്റെ കൂടെ അങ്ങ് പോകും. എന്തായാലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. ഇതിനെയാണ് നമ്മൾ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ പ്രപഞ്ചം പോകുന്ന വഴിക്ക് സമയവും കാലത്തെയും ദൈവം ഒരു ചുരുട്ടി ഒരൊറ്റ ഏറ് വെച്ച് കൊടുക്കുക. ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതായത് യൂണിവേഴ്സും ടൈമും ഒരേ സമയത്ത് നിൽക്കുള്ളൂ. യൂണിവേഴ്സ് ഇല്ലെങ്കിൽ ടൈമും ഇല്ല, എറ്റർണിറ്റിയിലോട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ ഇതിന് അന്ത്യം വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് കറക്റ്റ് വളഞ്ഞു പിടിച്ച് ശാസ്ത്രം അവസാനം ബൈബിളിലോട്ട് എത്തുമ്പോഴേക്കും 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ നിരീശ്വരവാദികളായി മരിച്ചിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ട്രാജഡി, ഇതിൻ്റെ വഞ്ചന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ.
സമയമുണ്ടാകുന്നതിന് മുമ്പ്, ദൈവം ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നതിന് മുമ്പ് നടന്ന ചില കാര്യങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് കാണാത്ത കാര്യങ്ങൾ. ദാറ്റ് മീൻസ് നോട്ട് ഇൻ പാർട്ട് ഓഫ് ദിസ് ക്രിയേഷൻ. നമ്മൾ ഇന്നലെ ഒരു കൂടാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, വലിപ്പവും തികവുമുള്ള ഒരു കൂടാരം. ആ കൂടാരവും ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതായിരുന്നില്ല. സൃഷ്ടി തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടി തുടങ്ങുന്നത്. അതിനു മുൻപ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എറ്റേണൽ. കാരണം അതിന് ആരംഭവുമില്ല അവസാനവുമില്ല. മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അതിന് ആരംഭവുമില്ല അവസാനവുമില്ല. കാരണം എറ്റേണലാണ് എന്ന് പറഞ്ഞാൽ അത് സമയത്തിൻ്റെ പരിധിക്കകത്ത് വരുന്നില്ല, സമയം അതിനെ നിർവചിക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഇത് ഫിലോസഫിക്കലി മനസ്സിലാക്കാൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇങ്ങനെയാണ്, ദെയർ ആർ സക്സഷൻ ഓഫ് ഈവൻസ്. ഞാൻ ഇങ്ങനെ കൈ പൊക്കുന്നു, അപ്പം സെക്കൻഡ് 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ സെക്കൻഡ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കാൻ പറ്റില്ല. അതാണ് ഈ ടൈമിൻ്റെ ഒരു പ്രോബ്ലം. ഈ ടൈം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ആരെയെ കൊണ്ട് സാധിക്കത്തില്ല. ഇന്നും അതെന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത. അപ്പോൾ ബൈബിൾ പറയുന്നത് ദർ വിൽ ബി സീക്വൻസസ് ഓഫ് ഈവൻസ് ബട്ട് നോ മെഷർമെൻറ്റ് ഓഫ് ടൈം. എന്ത് ചെയ്യും? ഒരു പിടിയില്ല എങ്ങനെയായിരിക്കും. പക്ഷെ ഞാനിത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിത്യത എന്ന് പറയുന്നത് ആ നിത്യതയിൽ വെച്ചാണ് ദൈവം സൃഷ്ടി തുടങ്ങുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് മുൻപ് ദൈവം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നറിയോ? 2 ബൈബിൾ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്ന് 2 തിമോത്തിയോസ് 1:9, 2 തിമോത്തിയോസ് 1:9. ഓക്കെ, എഫേസ്യർ 1:4. രണ്ടൊന്ന് വായിക്കാമോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ എത്ര നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇത് കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപ്. അത് ഇംഗ്ലീഷിലെ ചില ട്രാൻസ്ലേഷൻസിൽ ബിഫോർ ദ ബിഗിനിങ് ഓഫ് ടൈം എന്നാണ്. സകല കാലത്തിനു മുൻപ് ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ആദമിൽ നമുക്ക് എന്താ കിട്ടിയത്? ശാപമാണ് കിട്ടിയത്. അപ്പൊ സകല കാലത്തിനു മുൻപ് ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കിയത് വെളിപ്പെട്ടു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എപ്പോ കൊടുത്തതാ? നമുക്ക് എപ്പോ തന്നതാ? സകല കാലത്തിനു മുൻപ്. ഇനി എഫേസ്യർ 1:4 വായിച്ച്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ദൈവം ഈ ടൈം ഉണ്ടാകുന്നതിന് മുമ്പ് എന്താ ചെയ്തത്? നമ്മെ തിരഞ്ഞെടുത്തു. എങ്ങനെ തിരഞ്ഞെടുത്തു? അതിന് പല ഉത്തരങ്ങളുണ്ട്. എങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കി, ടേബിളിലേക്ക് നോക്കി. ഈ ടേബിളിൽ ഇവിടെ ടൈം തുടങ്ങുന്നു. ഓക്കെ, ആകാശവും ഭൂമി ഉണ്ടാകുന്നു. ആദ്യകാല ആദവും ഹവ്വയൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് അവർ വെളിയിലായി പോകുന്നു. പഴയ നിയമത്തിലെ പാട്രിയാർക്കൽ ഫാദേഴ്സ് ഉണ്ടാകുന്നു. പിന്നീട് രാജാക്കന്മാരുടെ കാലഘട്ടം, പ്രവാചകന്മാരുടെ കാലഘട്ടം. ഇങ്ങനെ കർത്താവ് ഭൂമിയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം അവസാനിക്കാൻ പോകുന്നു. ഇതാണ് ടൈം ലൈൻ. ശരിയല്ലേ? ഇനി നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഈ ടൈമിലേക്ക് നിങ്ങൾ നോക്കുമ്പം ഇതിൻ്റെ തുടക്കവും ഒടുക്കവും ഒരേ സമയത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കേ. കാണാൻ പറ്റുന്നുണ്ടോ? ഒരേ സമയത്ത് ഇതിൻ്റെ തുടക്കവും ഒടുക്കവും പറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ഞാൻ ഇത് സമയമാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നുകൊണ്ടാണ്. അല്ലേ? അപ്പോൾ യഥാർത്ഥ സമയത്തിലേക്ക് നമുക്ക് നോക്കി ഇതിൻ്റെ തുടക്കം ഒടുക്കവും വല്ലതും നമുക്ക് മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇത് സൃഷ്ടിച്ച ദൈവത്തിന് ഇതെങ്ങനെ കാണാം? തുടക്കവും ഒടുക്കവും ഒരേ സമയത്ത് തന്നെ കാണാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ പ്രവാചകന്മാർക്ക് അറിയാമല്ലോ 2025 എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവത്തിന് അറിയാമല്ലേ? അപ്പോൾ ദൈവത്തിന് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇല്ലാതെ ഇതെല്ലാം കാണാം. ശരിയാണോ? അത് നിത്യതയിൽ തന്നെ കാണാം. ഇതെല്ലാം കാണാം. ദൈവത്തിൻ്റെ കണ്ണിനൊന്നും മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അവൻ ഏതെങ്കിലും ഒരു കാര്യം നാളെ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന് അറിയത്തില്ല എന്ന് ചിന്തിച്ചു നോക്കി. എന്തൊരു അപകടകരമായ അവസ്ഥയായിരിക്കും അത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ആദം, ഹാബേല്, ശേത്ത്, പിന്നെ ഹാനോക്ക്, എബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ആ പഴയ നിയമ വിശുദ്ധന്മാർ മുഴുവൻ, അപ്പോസ്തലന്മാർ, പിന്നെ ഞാൻ. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല.
ഇത്രയും പേരെ ദൈവം ഈ ലൈനിൽ കണ്ടു അവരെ പറക്കിയെടുത്തു. ഓക്കെ, ഒരു സെക്കൻഡേ. ഇതൊന്നും നിങ്ങൾക്കൊന്നും തരാനല്ല, ഇതെന്താ ഒരു എക്സാമ്പിളായിട്ട് എടുക്കേണ്ടതെന്ന് നോക്കുക. ഓക്കെ, ഒരു കാർഡ് എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും പേരെ പറക്കിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ക്രിസ്തുവിൽ അവരെ തിരഞ്ഞെടുത്തു. ഇപ്പം ഈ കാർഡ് എവിടെയുണ്ട്? ഓക്കെ, ഞാൻ ഈ കാർഡ് പേഴ്സിലിട്ടു. ഞാൻ പോയാൽ ഈ കാർഡ് എൻ്റെ കൂടെ വരും. എന്തുകൊണ്ട് വരും? പേഴ്സിൽ ഇതുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ പേഴ്സ് എൻ്റെ പോക്കറ്റിൽ വെച്ചതുകൊണ്ട് ഒരാഴ്ച മുമ്പ് കൊച്ചിയിലിരുന്ന പേഴ്സ് ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ ഇന്ന് തിരിച്ച് കൊച്ചിയിലോട്ട് പോകുമ്പോൾ എൻ്റെ മറവി രോഗം എന്നെ ചതിച്ചില്ലെങ്കിൽ ഈ പേഴ്സ് എൻ്റെ കൂടെ കൊച്ചിയിൽ വരും അല്ലേ. അപ്പോൾ കർത്താവിൽ എന്നെ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? കർത്താവ് എവിടെ പോയാലും ഞാനും ആ കൂടെ കാണുമല്ലേ? കാണുമോ? ഞാൻ ജനിച്ചിട്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ക്രിസ്തുവിൽ എന്നെ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജുഡീഷ്യൽ റെക്കഗ്നിഷനാണ്. അതായത് ദൈവം എന്നെ കാണുന്നത് ഞാൻ ഉണ്ടായിട്ടല്ല കാണുന്നത്, ക്രിസ്തുവിൽ എന്നെ കാണാൻ ദൈവം തീരുമാനിക്കുകയാണ്. അതായത് വെൻ ക്രൈസ്റ്റ് ഈസ് ഡൈയിങ് ഹീ ഈസ് മൈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പിതാവ് തീരുമാനിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഐ ആം സീൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എന്നെ പിതാവ് കാണുന്നു. അപ്പോൾ പിതാവ് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവ് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് എൻ്റെ മറവി രോഗം എന്ന് ഞാൻ പറഞ്ഞത്. പിതാവ് എന്നെ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് കണ്ടത് തന്നെയാണെന്ന് എൻ്റെ അർത്ഥം അല്ലേ? ആണോ അല്ലയോ? ഓക്കെ, അപ്പോൾ ഇനി റോമർ 6:6 വെച്ചേക്ക്. റോമർ 6:6 വെച്ചേക്ക്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ തക്കവണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഇടതുവശത്തൊരു കള്ളൻ, വലതുവശത്തൊരു കള്ളൻ. ഇതിലേത് കള്ളനാണ് മാനസാന്തരപ്പെട്ടത്? ആർക്കറിയാം? അതൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. യാക്കോബക്കാർക്കറിയാം വലതുവശത്തെ കള്ളനാന്ന്, ബൈബിളിലില്ല. യാക്കോബക്കാർ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചു? ഈ രണ്ട് കള്ളന്മാരും നടുക്ക് ക്രിസ്തുവും മരിക്കുന്നത് എല്ലാവരും കണ്ടു. പക്ഷെ ആരും കാണാതിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കത്തെ ക്രൂശിൽ എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് മരിച്ചത്. കാണാത്ത കാര്യം. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ടോ മരിച്ചു എന്ന്? ഈ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പാപത്തെ തോപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം. ഞാൻ മരിച്ചാൽ പിന്നെ പാപം എങ്ങനെ എന്നെ വാഴും? അതിന് താഴോട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് അല്ല. നിങ്ങൾ എത്ര ഉപവസിച്ചാലും കരഞ്ഞാലും നിലവിളിച്ചാലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പാപത്തിൽ നിന്ന് രക്ഷപ്പെടണേ മരിക്കാതെ രക്ഷപ്പെടുകയില്ല. ഈ പഴയ മനുഷ്യൻ മരിച്ചേ പറ്റുള്ളൂ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും അവൻ്റെ കൂടെ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ പഴയ സ്വഭാവങ്ങൾ മിക്കതുമൊക്കെ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ വിശ്വാസത്താൽ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ മരിച്ചു. ഈ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പം മരിച്ചു എന്ന് എങ്ങനെയാണ് പട്ടാളക്കാർക്ക് മനസ്സിലായത്? എങ്ങനെ മനസ്സിലായി? അവർ കുന്തം കൊണ്ട് കുത്തി നോക്കി, അപ്പം രക്തവും വെള്ളവും വന്നല്ലേ. നമ്മൾ കർത്താവിൻ്റെ കൂടെ മരിച്ചില്ലേ? നമ്മൾ മരിച്ചോ എന്ന് എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവും? കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. നമ്മൾ ആരെങ്കിലും ഒന്ന് കുത്തുവാണെങ്കിൽ ആർടാ എന്നെ കുത്തുന്നെന്ന് ചോദിച്ചാൽ ഞാൻ മരിച്ചിട്ടില്ലെന്നർത്ഥം. ആ ചർച്ചിൽ ചെന്നിട്ട് അവരെനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവസരം തന്നില്ല. കേട്ടിട്ടുണ്ടോ ഇത്? 3 മണിക്കൂർ അവിടെ ഇരുന്ന് ആൾക്ക് പ്രാർത്ഥിക്കാൻ മേലായിരുന്നു. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ചത്തുപോയ ആളാണ് എന്തേലും പരാതി പറയോ? എന്നെ അവർ ബഹുമാനിച്ചില്ല. ചത്തുപോയവൻ എന്നാ ബഹുമാനിക്കാൻ? വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് ഭാര്യയോട് ഭയങ്കര ഇടിയ. നേരത്തെയൊക്കെ ഭാര്യ തിരിച്ച് നല്ല പൊട്ടിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഭാര്യ അനങ്ങുന്നില്ല. എന്താ കാര്യം? മരിച്ചുപോയി. ഈ മരണം നമുക്ക് വിശ്വാസത്താൽ അനുഭവിക്കാതെ. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണ പ്രകാരമുള്ള എൻ്റെ നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി ലഭിച്ച അവനിലിരിക്കേണ്ടതിനും
അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെയും മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പങ്കാളിത്തം അനുഭവിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരണത്തിൽ പങ്കാളിയാകാതെ, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകാതെ നമുക്ക് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. സന്തോഷമായോ? പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണത്തിൻ്റെ വേദന നമുക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം ആ വേദന ഓൾറെഡി കർത്താവ് അലറി കരഞ്ഞ് കാൽവരി ക്രൂശിൽ, അത് എൻ്റെ വേദനയാണ് കർത്താവ് അന്ന് അവിടെ അനുഭവിച്ചത്. സോ വെൻ ഐ ഡൈ, വെൻ ഐ ഐഡന്റിഫൈ വിത്ത് ക്രൈസ്റ്റ് ഡെത്ത്, ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ജോയ് ഫോർ മീ. ഞാൻ അത് ആരാധിക്കുമ്പോൾ പറയുന്നത്, അല്ലാതെ കഴിഞ്ഞ ആഴ്ച വണ്ടി തട്ടാതിരുന്നതല്ല എൻ്റെ പ്രശ്നം. എനിക്ക് ആരാധിക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ കരയേണ്ട കരച്ചിൽ, ഞാൻ ഒഴുക്കേണ്ട രക്തം, ഞാൻ മരിക്കേണ്ട ശാപമരണം, ഇതെല്ലാം എനിക്ക് പകരം എടുക്കാൻ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചത് ബിഗസ്റ്റ് തിങ്. പ്രിയ സഹോദരങ്ങളുടെ, നിങ്ങളുടെ സഭയിൽ വർഷിപ്പ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ യാഗം അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും നിങ്ങൾ ഉപദേശിക്കേണ്ടി വരില്ല. കാരണം ആ ഫെയ്ത്ത് തന്നെ നിങ്ങളെ ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് നയിക്കും. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ ഇന്ന് സഭകൾക്ക് പറ്റുന്നില്ല. കാരണം എക്സിസ്റ്റൻഷ്യൽ റിയാലിറ്റീസ്, ഉപജീവനം. നിങ്ങൾക്കറിയാമോ, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കാൻ കാരണം ഉപജീവന ചിന്തകളിൽ കുരുങ്ങിയിട്ടുന്ന ഇന്ന് ഈ പ്രവാചകന്മാരെ മുഴുവൻ ഈ ദേശത്ത് ഊടാടി സഞ്ചരിപ്പിക്കുന്നതെന്നറിയോ? ഉപജീവനം, നിങ്ങളുടെ ഉപജീവന ചിന്തയാണ്. That is why the prophets, the so-called prophets, come and deceive you with an evil spirit, which is so much against the spirit of Christ. കാരണം ഉപജീവന ചിന്തയാണ് ആധുനിക കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെ മറിച്ച് കളഞ്ഞിരിക്കുന്നത്. കാരണം the church is concerned only with the common grace. അപ്പോൾ അവൻ ക്രൂശിൽ നിലവിളിക്കുമ്പോൾ, that was my cry, my pain that he was bearing. അതുകൊണ്ട് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഞാൻ ഏകീഭവിക്കും. എനിക്ക് കരയേണ്ട കാര്യമില്ല, എനിക്ക് ഭയങ്കര ആനന്ദമാണ്. കാരണം ഐ എം എ പാർട്ടേക്കർ ഇൻ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. രണ്ട് കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നു, നമ്മളിപ്പോൾ വായിച്ച വാക്യമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഇത് വളരെ രസകരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കഥ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 4 പിള്ളേരാണ്. ഈ 4 പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുക. 4 പേരുടെ ഫീസ് അടച്ചു. ഫീസ് അടച്ചതാരാ? ഞാനാ. രസീത് വരുമ്പോൾ ആരുടെ പേരിലാണ് വരുന്നത്? പിള്ളേരുടെ പേരിൽ. ക്രൂശിൽ മരിച്ചതാരാ? ഈ മരിച്ചു എന്നുള്ള രസീത് ആരുടെ പേരിലാണ് വരുന്നത്? അപ്പോൾ സാത്താൻ വന്ന് ചോദിക്കുക, നീ വഴി സുവിശേഷം പറഞ്ഞുകൊണ്ട് വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. ഞാൻ പറയുന്നത് ഓൾറെഡി മരിച്ചതിൻ്റെ രസീത്. അപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം എന്ന മരണം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്തിനാ മരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു വിഷയമാണ്. ഇപ്പം മരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു, ഓക്കെ, അതിനി പറയണമെങ്കിൽ വേറെ കുറേ ദിവസങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തുവിൽ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ അവസാനിച്ചത് കൊണ്ട് നമ്മൾ മരിക്കുന്നത്, ശാരീരിക മരണം അനുഭവിക്കുന്നത് പാപങ്ങളുടെ ശിക്ഷയായിട്ടല്ല, അത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് നമ്മൾ മരിക്കുന്നത്. മനസ്സിലായോ? അത് നമുക്ക് പിന്നീട് കാണാം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ മരണം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. എക്സാമ്പിൾസ് ഇല്ലാതെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ ഈ എക്സാമ്പിൾസ് പറയുമ്പോൾ ഇതെല്ലാം ലിവിങ് എക്സാമ്പിൾസ്, ജീവിച്ചിരുന്ന ആളുകളുടെ എക്സാമ്പിൾസാണ്. ഇവരെല്ലാം യൂട്യൂബിൽ എത്ര പ്രാവശ്യം എൻ്റെ ചേസ് ബ്രദർ ഇത് പറയുന്നത് ചിലപ്പോൾ അവർ ചിന്തിക്കുമായിരിക്കും, പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരിയുണ്ട്. ചർച്ചിലല്ല, ഫെലോഷിപ്പിൽ ഒരു സിസ്റ്ററുണ്ട്. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. ഒരു ദിവസം ഈ സഹോദരി എന്നോട് പറഞ്ഞു, ചേസ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എൻ്റെ എൻ്റെ ഹോസ്പിറ്റലിലൊരു അറ്റൻഡറുമായിട്ട് ഞാൻ ഇത്തിരി ഉടക്കിലാണ്. കാരണം പുള്ളി പരസ്യമായിട്ട് ഈ ഡോക്ടറെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു സംസാരിച്ചു, നിന്ദിച്ച് സംസാരിച്ചു. ഈ ഡോക്ടർ എപ്പോഴും പുള്ളിക്കാരിക്ക് എന്നെ പൈസ കൊടുത്ത് സഹായിക്കുന്നതാണ്. ഈ പരസ്യമായിട്ട് നിന്ദിച്ച് സംസാരിച്ചതോടെ പുള്ളിക്കാരിക്ക് ഒരു തരത്തിലും ആളെ നോക്കി ചിരിക്കാനോ ഗുഡ് മോർണിംഗ് പറയാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പം ഇയാളെ കാണുമ്പം നോക്കി ചിരിക്കരുത്. ചിരിച്ചാലുള്ള പ്രോബ്ലം, ആ ചിരി ശരിയാവില്ല, ഭംഗിയാവില്ല. കാരണം എന്താ, ഉള്ളിൽ നിന്ന് ക്ഷമിച്ചിട്ടില്ല. അതൊരു മാനുഷിക പ്രവൃത്തിയായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. തന്നെയുമല്ല, ഇപ്പം എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമെങ്കിലും നിങ്ങൾക്കുണ്ട്. നാളെ നിങ്ങൾ കഷ്ടിച്ച്
എങ്ങനെയെങ്കിലും ഒന്ന് ചിരിച്ച് കാണിച്ചാൽ പിന്നെ മാനസാന്തരപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും അയാളെ നോക്കി നാളെ ചിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അയാളാണ് നിങ്ങളുടെ ക്രൂശ്, അവിടെ മരിക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. നാളെ അയാളെ കാണുമ്പോൾ ഇങ്ങനെ പറയാം, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ്. അതാ ഫെയ്ത്ത് പിടിച്ചെടുത്ത് നോക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി നേരെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ. നേരെ ചിരിച്ചോണ്ടാണ് നോക്കിയത്. അതോടെ അത് തീർന്നു. നമുക്ക് ഈ പ്രസംഗം കേൾക്കുമ്പോൾ പല ആൾക്കാർ ഇവിടെ നീന്തിക്കും, ഞാനും മരിച്ചു, കർത്താവിൻ്റെ കൂടെ ഞാനും മരിച്ചു ബ്രദറെ, ഞാനും മരിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? നടക്കൂല. എന്തുകൊണ്ട് നടക്കൂലെന്നറിയോ? ചുമ്മാ കസേരയിലിരുന്ന് മരിക്കുന്ന ഒരു ടെക്നിക്ക് ബൈബിളിലില്ല. ക്രൂശിലല്ലാതെ മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ക്രൂശുമായിട്ട് ഇങ്ങ് പോരേന്ന്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ വലിയ ക്രൂശൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരുമിതം പൈസയൊക്കെ ഉണ്ട്, ഞങ്ങളുടെ പിള്ളേരൊക്കെ നല്ല പഠിക്കുന്നുണ്ട്, വലിയ ക്രൂശൊന്നുമില്ല. പക്ഷേ സഹോദരങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി, ഇഷ്ടം പോലെ ക്രൂശുണ്ട്. ഇത് രോഗവും ദുഃഖവും പ്രയാസവും കാശില്ലായ്മയൊന്നും ആവണം നിർബന്ധമൊന്നുമില്ല. ഈ ക്രൂശ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന അമ്മായിമ്മയോ മരുമോളോ ഭർത്താവോ ഭാര്യയോ ഒക്കെ ആകാം. ആ സിസ്റ്റർക്ക് പറഞ്ഞ പോലെ ഒരു അറ്റൻഡർ എന്ന് പറഞ്ഞ പോലെ അറ്റൻഡർ ക്രൂശായിരുന്ന പോലെ നിങ്ങൾക്കും ഇണങ്ങാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങളുടെ സഭയിൽ തന്നെ കാണാം. നിങ്ങൾക്ക് അങ്ങ് ഇണങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല. അവർ നിങ്ങളെ ക്രൂരമായി ദ്രോഹിച്ചായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ പോലെ ആകാനുള്ള തടസ്സം എന്താണ്? ആ ക്രൂശാണ്. അതിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രയും എൻ്റെ ഫെയ്ത്ത് വന്നാൽ മാത്രം ക്രൂശിൽ തന്നെ മരിക്കണം. അല്ലാതെ ഇവിടെ കസേരയിലിരുന്ന് മരിച്ചാൽ അവിടെ വീട്ടിൽ ചെല്ലുന്ന അയാളുടെ മുഖം നോക്കുമ്പം പിന്നെയും പഴയ സാധനങ്ങളെല്ലാം എഴുന്നേറ്റ് വരും. അതുകൊണ്ട് കർത്താവ് ക്രൂശ് വെക്കാത്ത ആരുമില്ല. നമുക്കെല്ലാവർക്കും കർത്താവ് ക്രൂശ് തന്നിട്ടുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ഞാൻ മരിക്കണമെന്ന് ചിന്തിച്ചാൽ ഏത് മരണമാണ്? ശാരീരിക മരണമല്ല, എൻ്റെ പഴയ മനുഷ്യൻ്റെ മരണം. ഈ മരണം സാധിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ക്രൂശുകളും എല്ലാം വരുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുണ്ടോ? അന്നേരം പ്രവാചകനെ വിളിച്ചിട്ട് ക്രൂശ് എടുത്ത് മാറ്റാൻ ശ്രമിക്കരുത്. കർത്താവിനോട് ചോദിക്കണം, കർത്താവെ എന്നെ വിശുദ്ധീകരിക്കുന്നത് നീ എങ്ങനെയാണെന്ന് എന്നെ കാണിച്ചു തരണം. കാരണം അപ്പനറിയാതെ ഒരു തലമുടിനാര് പോലും താഴെ വീഴത്തില്ല. നിങ്ങൾ വിചാരിക്കും എന്നാലും ദൈവം എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ ചോദ്യം ചോദിച്ചത് ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ മരിച്ചു പോയപ്പോഴാണ്. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ആ മോൻ മരിക്കുമ്പോൾ 1.25 വയസ്സുള്ളൂ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, എനിക്കിതിനകത്ത് നഷ്ടമില്ല. ആർക്ക്? ദൈവത്തിന് പല മടങ്ങ് ലാഭമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ്? ഒന്ന്, കൊച്ചു നേരത്തെ അങ്ങ് ചെന്നു, അതാണ് ഏറ്റവും വലിയ ലാഭം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങ് പോയി. 2, ആ കൊച്ചിൻ്റെ മരണം ഞങ്ങളെ വിശുദ്ധീകരിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചൊരു കാര്യമാണ്. കാരണം അതിന് ശേഷമാണ് ഈ നിത്യജീവൻ എന്നുള്ളത്, എറ്റേണൽ ലൈഫ് എന്നുള്ളത് ഒരു പാഷനായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ദെയർ ഈസ് എ ലൈഫ് ദാറ്റ് ദ ലോർഡ് ഹാസ് ഗിവൺ. ഇങ്ങനെ പാഷനോടെ പ്രസംഗിക്കണമെങ്കിൽ ആ മരണം എന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകണമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ അന്നേരം ചിന്തിക്കായിരുന്നു എത്ര മനോഹരമാണ്. ഞാൻ പിന്നെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കും, എനിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നതായിട്ടൊക്കെ ഞാൻ ചിന്തിക്കുമ്പം കരച്ചിൽ വരും. പക്ഷേ അതിനപ്പുറത്തുള്ളൊരു ആനന്ദം. കാരണം എന്താണ്? ഈ എറ്റേണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ആ നിത്യത ഒരു റിയാലിറ്റി ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഞാൻ അവനെ കാണുമെന്ന് പറയുന്നത്, അവനെ കാണുന്നത് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് കർത്താവിനെ കാണുന്നത് തന്നെയാണ് പ്രശ്നം. നോ വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ദെയർ. അവിടെ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും കൺസേൺഡ് പോലും ആയിരിക്കില്ല. ഞാൻ ചെന്നിട്ട് എൻ്റെ ഭാര്യ എവിടെ നോക്കട്ടെ എന്നൊന്നും ഞാൻ പറയല. കാരണം പൗലോസ് പറഞ്ഞ പോലെ ജഡപ്രകാരം എനിക്ക് മനസ്സിലാവും, അതെൻ്റെ ഭാര്യ വന്നു, അതെ മക്കൾ വന്നു എന്നൊക്കെ മനസ്സിലാവും. കാരണം ഈ പത്രോസ് പറയുന്നില്ലേ, ഇത് മോശ, ഇത് ഏലിയാവ്. പത്രോസ് മോശയുടെ ഏലിയാവിൻ്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അതെങ്ങനെ അവർക്ക് മനസ്സിലായത്? അവർക്ക് മനസ്സിലാവും, പക്ഷേ പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്നൊഴുകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ലോകത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവിൻ്റെ ജീവനേക്കാളും പ്രധാനമായി യാതൊന്നും ഇല്ല. അപ്പോൾ ക്രൂശിലല്ലാതെ, കഷ്ടതയിലൂടെ അല്ലാതെ ഈ ക്രിസ്തുവിൻ്റെ കൃപ അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ ജഡം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വേറൊരു ഉദാഹരണം,
ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് പറയാൻ പറ്റാത്ത ഉദാഹരണങ്ങളുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ അനേകം ആൾക്കാർ വീട്ടിലെ പ്രതിസന്ധി അതിജീവിച്ച്, ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡായി പോകുന്നതുകൊണ്ട് മാത്രമാണ്, നിങ്ങളിത് എഡിറ്റ് ചെയ്യാമെന്ന് പറയാമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഞങ്ങളുടെ ഒരു സഹോദരി, ചർച്ചിൽ വരുന്നൊരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് പുള്ളിക്കാരിയെ നിലത്തിട്ട് ചവിട്ടുകയും തുപ്പുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു ദിവസം ഇത് ഫോണിൽ കൂടെ പറഞ്ഞതിനോട് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് മാറി താമസിക്കുക, നിങ്ങൾ തട്ടിപ്പോകുമല്ലോ. നിങ്ങൾ എൽഡേഴ്സിനോട് എല്ലാം സംസാരിച്ചിട്ട് മാറി താമസിക്കുക, ഡൈവോഴ്സ് ഒന്നും ചെയ്യാൻ പോരുത്, പ്രാർത്ഥിക്കുക, അവരുടെ ആരെ കൊണ്ടെങ്കിലും കൗൺസിൽ ചെയ്യിപ്പിക്കുക ആളെ. ശരി പാസ്റ്ററെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഫോൺ ചെയ്ത്, എന്തോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറയാം, അതെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ കയ്യിൽ അവനെ തന്നിരിക്കുന്നതാണ്, സ്നേഹിക്കാനല്ലാതെ വേറൊന്നും നിനക്ക് കമാൻഡില്ല, കൽപ്പനയില്ല, നീ മരിച്ചു, ഞാനാണ് നിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് ഒന്നും വേണ്ട, ഞാൻ അടി കൊണ്ട് മരിക്കാനാണ് കർത്താവിന് ഇഷ്ടമെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ. പിന്നെ അവർ ഉപദേശിക്കേണ്ട കാര്യം നമുക്കില്ല. പിന്നെ കേട്ടത് ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് മിഷണറി ആയിട്ട് പോയിന്ന. ഇത് ഒരു ജീവിതത്തിലേക്ക് ഒരാൾ യേശുക്രിസ്തുവിൻ്റെ ജീവൻ ആ ആളിലേക്ക് വരുമ്പോഴേക്കും ആ വീട് മുഴുവൻ ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് അനുഭവിക്കാൻ തുടങ്ങും. ഇവിടെ എന്താ, വീട്ടിൽ ഭർത്താവ് വിശ്വാസി, ഭാര്യ വിശ്വാസിയല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്, എല്ലാവരും അങ്ങനെ രക്ഷിക്കപ്പെടണം നിർബന്ധമൊന്നുമില്ല, ചിലർ ജീവിതകാലം മുഴുവൻ എതിരാളികളായിരിക്കും. പക്ഷെ നമ്മൾ അവരുടെ മുമ്പിലേക്ക് മതം വെച്ച് കൊടുക്കുന്നതിന് പകരം സ്നേഹം വെച്ച് കൊടുത്താൽ ഒരുപക്ഷെ ടോട്ടൽ അറ്റ്മോസ്ഫിയർ, പെന്തക്കോസിനെ കൊണ്ടേ പ്രതിഷ്ഠിക്കുന്നതിന് പകരം യേശുവിനെ വെളിപ്പെടുത്തിയാൽ ദ ഹോൾ ഇക്വേഷൻ വിൽ ബി ഡിഫറെൻറ്റ്. ഇത് ക്രൂശിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഫെയ്ത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഈ പണ്ഡിറ്റ് ധർമ്മപ്രകാശ് എന്ന് പറഞ്ഞൊരു പ്രശസ്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയ്ക്കിട്ട് നല്ല ഇടി കൊടുക്കുന്ന ആളായിരുന്നു. ഈ ചില ഭർത്താക്കന്മാർ അങ്ങനെയുണ്ട്, അവർക്ക് ഓഫീസിലൊന്നും ബോസിനൊന്നും ഇടിക്കാൻ പറ്റാത്തതുകൊണ്ടും നല്ല തൻ്റെ ഉള്ള മസിലുള്ള ആൺപിള്ളേരൊന്നും ഇടിക്കാൻ പറ്റാത്തതുകൊണ്ടും അവർ വീട്ടിൽ വന്ന് തിരിച്ചടിക്കില്ലാത്ത ഭാര്യമാർക്കിട്ടും പിള്ളേർക്കിട്ടാണ് അടിക്കുന്നത്. നാണക്കേടാണ് സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടേക്ക്, തിരിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ ശക്തിയുള്ളവനെ അടിക്കുക. ഇയാൾ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പം ഓഫീസ് കഴിഞ്ഞിട്ട് വന്ന് പുള്ളി ഇങ്ങനെ സോഫായിലോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പതിഭക്തയായ ഭാര്യ വന്ന്, പതി എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ ഭർത്താവ്, പതിഭക്തയായ ഭാര്യ വന്ന് മുട്ടുകുത്തിയിട്ട് ഈ ഷൂസ് ഊരും. അന്ന് ഈ ഭാര്യ വന്ന ഷൂസ് ഊരുന്ന വഴിക്ക് ഇയാൾ ആ ഷൂസ് ഇട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു ഈ ഭാര്യക്കിട്ട്. പുള്ളിക്കാരി നേരെ തെറിച്ച് പോയി ഭിത്തിയോട്ട് പോയി തലയിടിച്ച് തല പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവരുടനെ ഒരു ടർക്കി എടുത്ത് ഒരു ടവൽ എടുത്തിട്ട് ആ മുറിവ് ശരിക്കങ്ങ് വലിച്ചങ്ങ് കെട്ടി. എന്നിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ പിന്നെയും വന്ന് മുട്ടുന്നത് ഇതിൻ്റെ ആ സോക്സും കൂടെ പോയി. ഒരക്ഷരം പോലും മിണ്ടില്ല. ഇയാൾ നിലത്തിരുന്നു, അവരുടെ കൂടെ നിലത്തിരുന്നിട്ട് ചോദിച്ചു, എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ മരിച്ചു, ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അയാൾ കൺവെൻഷൻ പ്രസംഗം, 92-ാം വയസ്സിൽ കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന ആ സ്റ്റേജ് അങ്ങോട്ട് ആളെ കാണാൻ പറ്റിയില്ല. അയാൾ മരിച്ചുപോയി. പക്ഷേ ആ മരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിക്കുമ്പം ആൾക്കാർ നിന്ദിച്ചോ, മരിച്ച ആൾക്ക് ആര് നിന്ദിച്ചാൽ എന്തോ. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ബഹുമാനമില്ല പാസ്റ്ററെ. ചത്തുപോയവൻ എന്ത് ബഹുമാനിക്കണം? നാട്ടുകാരെന്നെ കാണുമ്പോൾ പാട്ടുകാരി പെന്തക്കോസുകാരി എന്ന് വിളിച്ച് കളിയാക്കുക. ചിലർ സാക്ഷ്യം പറഞ്ഞിട്ട് നമുക്ക് തന്നെ കരച്ചിൽ വരും. അവരെന്നാ പറഞ്ഞാലെന്താ, നിങ്ങൾ മരിച്ചുപോയില്ലേ? ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ എന്തിനാണ് ലോകം പറയുന്നത് കേൾക്കുന്നത്? എന്നാൽ പിന്നെ അത് കേൾക്കേണ്ട, കർത്താവിനെ കുറിച്ച് ആലോചിച്ചാൽ എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരെന്ന് പറയും, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അങ്ങനെ വിടുന്നില്ല. അവൻ്റെ മുമ്പിലൂടെ ഞാനൊന്ന് ഞെളിഞ്ഞ് നടന്നിട്ട് മരിച്ചാൽ മതി. ഇത് കർത്താവിൻ്റെ ആത്മാവാണോ? ഒരു മനുഷ്യൻ എന്നോട് പ്രവചിച്ചു പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷ വലുതായിട്ട് കർത്താവ് വളർത്താൻ പോവാണ്, എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വരാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. നിങ്ങളുടെ കാര്യം എനിക്കറിയാൻ മേല, പക്ഷേ എയറോപ്ലെയിനിൽ കയറിയാൽ പിന്നെ ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൊതി, അല്ലേ? ആണോ? അത് പേടിയായോണ്ടല്ല, എത്ര നേരം അങ്ങനെ ഇരിക്കുന്നേ. ഒന്ന് സ്വസ്ഥമായിട്ട് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒന്ന് ഇറങ്ങണ്ടേ? എന്നിട്ട് ഇയാൾ പറയാം എയറോപ്ലെയിനിൽ ഇറങ്ങാത്ത. ഞാൻ എന്നിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനെ മോഹിപ്പിക്കുന്ന കാര്യങ്ങളോട് പറഞ്ഞു നടന്നാൽ ഇപ്പം തന്നെ ഇപ്പോൾ ഉള്ള കൃപയും കൂടെ പിന്നെ കാണുകയെന്നു.
അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. അപ്പോൾ നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് പെട്ടെന്നൊന്നും നടക്കില്ല കേട്ടോ. ഈ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ വഴി വെച്ച് കാണുമ്പോൾ നിങ്ങൾ പറയും മരിക്കാനൊന്നും പറ്റുന്നില്ല ബ്രദറെ എന്നേ പറയുള്ളൂ. ഞാനൊരു കാര്യം നിങ്ങൾക്ക് മുൻകൂട്ടി പറയാം, ഒരിക്കലും നിങ്ങളെ കൊണ്ട് മരിക്കാൻ പറ്റത്തില്ല. കാരണം ഇനി നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മതി. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞ്? അപ്പോൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു മരിക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ മരിച്ചു എന്നാണ്. അപ്പോൾ ഇനി ജീവിക്കുന്ന ആരാ? അപ്പൊ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറയണമെങ്കിൽ ഞാൻ എവിടെ പോണം? ഞാൻ ആ ക്രൂശില് മരിക്കണം. നിങ്ങളുടെ ക്രൂശ് ഏതാന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചോ. ഇന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ ഓർത്തോണം, ഇതാണ് എൻ്റെ ക്രൂശ്, ഞാൻ മരിക്കുന്നു. ചില പിള്ളേരുടെ അപ്പനന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിന്നെയൊക്കെ എന്തിനാടാ വളർത്തിയത്? നീ എന്തെങ്കിലും ജോലി കൊണ്ടുവന്ന് 5 രൂപ സമ്പാദിച്ച് എനിക്ക് തന്നിട്ടുണ്ടോ? കുറേ കഴിയുമ്പോൾ പിള്ളേർക്ക് ഭ്രാന്ത് പിടിക്കും. 4 ചീത്ത തിരിച്ചു പറയും, അപ്പം സമാധാനമാവും. നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാ അല്ലേ? ശരിക്കും കുറേയൊക്കെ പിടിച്ച് നിൽക്കും, പക്ഷെ അവസാനം പൊട്ടിത്തെറിക്കും. ചത്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര പിടിച്ചു നിന്നാലും പിന്നെ പഴയ സാധനം വരികയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെയൊക്കെ ആണോ എന്ന്. നമ്മളൊന്നും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല 100%. പക്ഷേ ഒത്തിരി മുമ്പോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റും. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വളർന്ന് നമ്മൾ മരിക്കാറാവുമ്പോഴേക്കും നമ്മൾ എറിയുന്ന ആരോസ് കാണുമ്പോൾ ആൾക്കാർ പറയും അത് കർത്താവിനെ പോലെ ഉണ്ടല്ലോ. അപ്പോഴും കർത്താവിനെ പോലെ ഇല്ല. പക്ഷേ ആ യേശുവിൻ്റെ ഒരു പ്രതിമയായി നമ്മൾ മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളിൽ ആത്മാവ് ക്രിസ്തുവിൻ്റെ അനുരൂപത ഉണ്ടാക്കിയെടുക്കും. പ്രിയ സഹോദരങ്ങൾ, എത്ര തിയോളജി പഠിച്ചിട്ടും ഈ കർത്താവിൻ്റെ ജീവൻ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ തിയോളജി കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പൊ കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തു എന്നിൽ വസിച്ചാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതാണ് അവൻ്റെ കൂടെയുള്ള മരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മരണത്തിനകത്ത് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 6:6 പറയുന്നത് എന്താണ്? 6:6 ഇനി നാം അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? പാപ ശരീരം നീക്കപ്പെടാത്തത് കൊണ്ടാണ്. ഈ പാപശരീരം നീക്കപ്പെടാതിരിക്കുന്നതിൻ്റെ അവസ്ഥ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ പറയുന്നുണ്ട്. പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം എന്താ? അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന്. ഇനി എൻ്റെ 11-ാം വാക്യം വായിച്ചേ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുക. നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കൺ ദാറ്റ് യു ഡൈഡ്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു എന്നുള്ള എൻ്റെ ബോധ്യമാണ്, ഇനി ഞാനില്ല. എത്ര പേർക്ക് മനസ്സിലായത്? അപ്പോൾ നോക്കിയേ, ഈ റോമാലേഖനം എങ്ങനെയാണ് പൗലോസ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഞാനിത് വ്യാഖ്യാനിക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരു ഒറ്റ വാക്യം പോലും എടുക്കാതെ ഞാനിത് എക്സിറ്റ്. അതായത് റോമാലേഖനം വായിച്ചപ്പോൾ റോമാലേഖനത്തിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ എബ്രായ ലേഖനം എടുത്താലും അതൊരു പാസേജായിട്ട് എടുത്തേക്കുന്നത്. കാരണം അങ്ങനെ വായിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ അവിടെ നിന്നൊരു വാക്യം, ഇവിടെ നിന്നൊരു വാക്യം. ഇന്ന് രാവിലെ ബൈബിൾ തുറന്നപ്പോൾ റോമാലേഖനം 5 കിട്ടി, നാളെ തുറക്കുമ്പോൾ 2 കിട്ടി. ഇങ്ങനെ വായിച്ചാൽ എന്തെങ്കിലും മനസ്സിലാവുമോ? ഇത് തുടർച്ചയായിട്ട് വായിക്കണം. തുടർച്ചയായിട്ട് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്താ ഈ പൗലോസ് പറഞ്ഞു വരുന്നത്. ഒരുത്തൻ ഹോസ്റ്റലിൽ താമസിക്കും, അപ്പനൊരു കത്തെഴുതി. കത്തിനകത്ത് അവൻ മറിച്ച് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് നീ പഠിത്തം നിർത്തി നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് ഇരുത്താൻ പോകാമെന്നാണ്. അവൻ വിചാരിച്ച അപ്പൻ എന്താ പറ്റിയെന്ന്. അവൻ ഭയങ്കര ദേഷ്യത്തിൽ ശരി എന്നാൽ ഞാൻ വരുവാന്ന് പറഞ്ഞ് പഠിത്തം നിർത്തി വീട്ടിൽ പോയി. പിന്നെ കത്ത് മുഴുവൻ വായിച്ചു നോക്കുന്നത്. മര്യാദയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ എന്നാൽ എഴുതിയിട്ടുണ്ടായിരുന്നു മുമ്പ്, അത് കണ്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് വാക്കി എടുത്ത് വായിച്ചിട്ട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. ചിലർ പറയില്ലേ, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി, വൈബ്രേഷൻ ശ്രദ്ധിക്കണേ, കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നത് എപ്പോഴാണ് പറയുന്നറിയോ? സ്കൂട്ടറിന് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് കാർ തന്ന ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവർ അത് കണ്ടിരുന്നെങ്കിൽ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഈ ക്രിസ്തുവിനെ ഞാൻ ഒരുക്കി വെച്ചിരുന്നുള്ള ഭൂമിയിലെ പ്രഭുക്കന്മാർക്കൊന്നും മനസ്സിലായില്ലെന്ന് എഴുതിയിരിക്കുന്നത്. മുഴുവൻ വായിക്കില്ല. അതുപോലെ എഫേസ്യർ 3:20 പറയുന്നത് എന്താണെന്നറിയോ?
ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ആ ചോദിക്കുന്ന എന്താ അതിന് മുമ്പിൽ എഴുതിയിട്ടുണ്ട്, അത് വായിക്കില്ല. ഇങ്ങനെയാണ് ഈ ലേഖനങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഈ ലേഖനങ്ങളിൽ എന്താണെന്ന് അറിയാൻ മേല. റോമാലേഖനം ഒന്നും മനസ്സിലാവുന്നില്ല. എന്നോട് എത്ര പേര് പറഞ്ഞില്ല റോമാലേഖനം ഒന്നും മനസ്സിലാവില്ലെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? തുടർച്ചയായിട്ട് വായിക്കില്ല. രാവിലെ എന്താ എഴുന്നേൽക്കുമ്പോൾ ബൈബിൾ വായിച്ചില്ലല്ലോ, ഇന്ന് വായിച്ചേക്കാം. റോമാലേഖനം എടുത്തു ഒരു പാസേജ് വായിച്ചു. therefore just as he came to the world through man death came through. ഓക്കെ, വായിച്ചു, സമാധാനമായി. എന്തേലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെയാണ് ഒരു വലിയ പങ്ക് ആൾക്കാരും ബൈബിൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പാപസംബന്ധമായി മരിച്ചു നമ്മൾ കരുതണമെന്നാണ് അല്ലേ. ഇനി 7-4 വായിച്ചു. 7-3-ഉം 4-ഉം 7-3-4 ആ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഓക്കെ, ഭർത്താവ് മരിച്ച ശേഷം വേറെ പുരുഷനായാൽ ആ, ഓക്കെ. അപ്പൊ ഇവിടുത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഇയാൾ ഇത്ര നേരം നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണത്തെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? ചിന്തിച്ചോ? അടുത്ത വാക്യം വായിച്ചു നോക്കി. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കൊടുക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി. അപ്പൊ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചില്ലെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് ഫലം കൊടുക്കാം, എന്നാൽ ന്യായപ്രമാണ സംബന്ധമായി മരിക്കാതെ നമുക്ക് ദൈവത്തിന് ഫലം കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കിതൊന്ന് വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഈ കല്യാണത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒരിക്കലും ഒരു കല്യാണം നടന്നാൽ മരണത്താലല്ലാതെ അത് നീക്കപ്പെടുകയില്ല. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ, ഡൈവോഴ്സ് ആയതോടെ പ്രശ്നമല്ല, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ, അപ്പം മരണം വരെ എന്നാണല്ലോ എഗ്രിമെന്റ്. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ ഇവളോ അവനോ വേറൊരുവനായാൽ അല്ലെ വേറൊരുവൾക്കായാൽ വ്യഭിചാരിണി എന്ന് വരും. എന്നാൽ ഭർത്താവ് മരിച്ചാലോ വ്യഭിചാരിണി എന്ന് പേര് വരില്ല. കാരണം എന്താ? ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്നും അവൾ സ്വതന്ത്രയാണ്. ഇതല്ലേ വാക്യം? നമുക്കറിയാതെ ഈ പിള്ളേരെ ഇവിടെ ഇത്രയും പേര് ഇരിപ്പുണ്ട്. 1 2 3 4 5 6 7 8 9, 3 2 5 5 2 7 2 9 പേര്. ഈ 9 പേരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിൽ ചില ആൾക്കാർ ന്യായപ്രമാണത്തിന് കീഴിലാണ്, വേറെ ചില ആൾക്കാർ ന്യായപ്രമാണത്തിന് കീഴിലല്ല. അത് നോക്കി അറിയാം അവർക്ക്. ഈ ന്യായപ്രമാണത്തിന് കീഴിലുള്ള പിള്ളേർ എങ്ങനെ ഇരിക്കുന്നത്? അവരുടെ അപ്പനും അമ്മയും ഒരു ന്യായപ്രമാണം വടി വെച്ച് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നോണം, 1.5 മണിക്കൂർ അനങ്ങിയേക്കരുത്, അതാണ് അവരുടെ പ്രമാണം. ഇവർക്ക് ഒരക്ഷരം മനസ്സിലാവുന്നില്ലെങ്കിലും അവരങ്ങനെ ഇരുന്നോളും. അവരാണ് ന്യായപ്രമാണത്തിന് കീഴുള്ളവർ. ഈ ന്യായപ്രമാണത്തിന് കീഴിലില്ലാത്ത പിള്ളേർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്പനും മര്യാദയ്ക്ക് ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കത് വലിയ മൈൻഡൊന്നുമില്ല. അവരാണ് ന്യായപ്രമാണത്തിന് കീഴെ വരാത്തവർ. ഈ 1 വയസ്സോ 1.5 വയസ്സുള്ള സമയത്ത് ആർക്കും ന്യായപ്രമാണമില്ല. അവന് മുമ്പോട്ട് വരാം, ഇവിടെ മൂത്രം ഒഴിക്കാം, കസേര കയറി നിൽക്കാം. ആരാടാ ഇവനെ ഇങ്ങനെ വിട്ടതെന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഇവനെ കുറ്റം പറയില്ലാരും. കാരണം എന്താ? അവൻ ന്യായപ്രമാണം അവനെ പിടിച്ചിട്ടില്ല. ഒരു 1.5-2 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ എല്ലാവരെയും ന്യായപ്രമാണം എന്ന ഭർത്താവുമായിട്ട് കല്യാണം കഴിപ്പിച്ചു വിടും. പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നടന്ന ന്യായപ്രമാണം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പിള്ളേർ വിചാരിക്കുന്നത് എന്നാണെന്നറിയോ? അപ്പനും അമ്മയും പറയുന്ന പോലെ വരണം, അപ്പനും അമ്മയും പറയുന്നപ്പോൾ എഴുന്നേക്കണം, അപ്പനും അമ്മയും പറയുമ്പോൾ ചായ കുടിക്കണം, സ്കൂളിൽ പോകണം, ഞാനൊന്ന് വലുതാവട്ടെ എന്നിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാം എന്നാൽ പിള്ളേർ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ പിള്ളേരെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രായമാകുന്നതോറും ഇപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം കൂടെ പോവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ റോട്ടിൽ കൂടെ ബഹളം വെച്ച് കല്ലും എറിഞ്ഞ് മാങ്ങയും പറിച്ച് നിന്നുകൊണ്ട് നടക്കാം. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണേൽ ഒരു ടീഷർട്ട് വിട്ട് ഒരു നിക്കർ ഇട്ടുകൊണ്ട് വേണമെങ്കിൽ കയറി വരാം. എനിക്ക് പറ്റുമോ? പറ്റില്ല. അപ്പോൾ പ്രായം കൂടുന്തോറും നിയമം കൂടുക. ശരിയല്ലേ? അപ്പോൾ ഞാനാണെങ്കിൽ മടുത്തു. ഏതാ ഈ ന്യായപ്രമാണം എന്ന ഭർത്താവ്? അത് ഭയങ്കര ദുഷ്ടനായ ഭർത്താവ്, ഭയങ്കര സ്ട്രിക്റ്റാണ്. ന്യായപ്രമാണത്തിൽ ഒരു പ്രമാണം തെറ്റിപ്പോയാൽ എല്ലാം തെറ്റിയ പോലെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ഭാര്യ ന്യായപ്രമാണം പ്രസാദിപ്പിക്കും. നമ്മളെല്ലാവരും ഭാര്യമാരായിട്ടാണ് സങ്കല്പിക്കുന്നത് കേട്ടോ. പുരുഷന്മാരായ നമ്മളെല്ലാവരും ക്ഷമിച്ചിരിക്കുന്നു ഓൾറെഡി. അപ്പോൾ നമ്മളെല്ലാം ഭാര്യമാരായിട്ടാണ്. ന്യായപ്രമാണം എന്ന ഭർത്താവിൻ്റെ ഭാര്യ. ഇപ്പോൾ ന്യായപ്രമാണം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം. രാവിലെ തൊട്ട് നിബന്ധനകൾ. 5 മണിക്ക് എഴുന്നേക്കണം, പാത്രം കഴുകണം, കുക്ക് ചെയ്യണം, പിന്നെയും പാത്രം കഴുകണം, കുക്ക് ചെയ്യണം, പിന്നെയും പാത്രം കഴുകണം, നിലവടിച്ച് വരണം, കുക്ക് ചെയ്യണം. ഇത് മാത്രമാണ് പണിയല്ലേ? രാത്രി വരെ ഇത് തന്നെ പണി. രാത്രി ആകുമ്പം ഭർത്താവായ ന്യായപ്രമാണത്തോട് ഞാൻ ചെന്ന് ചോദിക്കുകയാണ്, ഇന്ന് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ന്യായപ്രമാണം പറയും, ഒന്നും ശരിയായിട്ടില്ല, നിന്നെ കൊല്ലേണ്ടി വരും.
കാരണം ന്യായപ്രമാണം വെച്ച് ആർക്കും നീതിമാനാകാൻ പറ്റുന്നില്ലെന്ന് നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടത്, ഇതെല്ലാം ഓർക്കണേ. അപ്പം ഇങ്ങനെ ആയപ്പോൾ ഞാൻ മടുത്തു. സ്നേഹത്തോടൊരു വാക്കില്ല, ആശ്വാസത്തോടൊരു വാക്കില്ല. അപ്പം ഞാൻ വിചാരിക്കുക ഡൈവോഴ്സ് ചെയ്ത് പോകാനും പറ്റില്ല. ഇയാൾ ചത്തുപോകാണെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടി കല്യാണം കഴിച്ച് ജീവിക്കായിരുന്നു. പക്ഷേ ന്യായപ്രമാണം ചത്തും പോകില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണത്തിന് വള്ളിയും പുള്ളിയും പോകില്ല. അപ്പോൾ കുരുങ്ങിയ ജീവിതകാലം മുഴുവൻ കുരുങ്ങി. എത്ര പേർക്ക് മനസ്സിലായോ? പക്ഷേ ഇതിനകത്ത് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? അതായത് ഡൈവോഴ്സ് ഇല്ല, ഭർത്താവ് മരിക്കുകയില്ല, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതിനകത്ത് രക്ഷപ്പെട്ടേ പറ്റൂ. കാരണം ഇതിനകത്ത് ഇരുന്നാൽ നമ്മൾ തട്ടിപ്പോവും. കാരണം ഇത് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല, ഒരിക്കലും നല്ല വാക്ക് കേൾക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച വഴി എന്തെങ്കിലും തെളിയുന്നുണ്ടെങ്കിൽ എന്നോട് പറ. സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനെ കല്യാണം കഴിക്കേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം. അപ്പം നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടത്? ന്യായപ്രമാണം മരിക്കില്ല, പക്ഷേ പറ, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം മരിച്ചു. അപ്പൊ ഇപ്പം നമ്മുടെ ഭർത്താവ് ആരാ? ന്യായപ്രമാണമല്ല. നേരത്തെ നമ്മളെ ഭയമാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം നമ്മളെ നിയന്ത്രിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണ്, അല്ലേ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പൊ ഇപ്പൊ പൈസ കൊടുക്കുന്നത് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടല്ല, പൈസ കൊടുക്കുന്ന സ്നേഹത്തിന്റെ നിർബന്ധം കാരണം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന, രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം അടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, കർത്താവിനോടുള്ള സ്നേഹം കാരണമാണ്. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസമുണ്ടോ? അപ്പോൾ പുതിയ ഭർത്താവിനെ കിട്ടി. ആരാ പുതിയ ഭർത്താവ്? യേശു ക്രിസ്തു. ഈ പുതിയ ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വേറൊരു വലിയ പ്രോബ്ലം ഉണ്ടായത്. പഴയ ഭർത്താവിൻ്റെ സമയത്ത് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു, 2 കറി മതിയായിരുന്നു. ഓക്കെ, പുതിയ ഭർത്താവിൻ്റെ ഡിമാൻഡുകൾ പഴയ ഭർത്താവിനേക്കാളും കൂടുതലാണ്. പുതിയ ഭർത്താവ് എന്താ പറയുന്നറിയോ? 4 പേർ. കാരണം നിങ്ങൾക്ക് പഴയ നിയമത്തിലെ നീതിയാണോ പുതിയ നിയമത്തിലെ നീതിയാണോ കൂടുതൽ ടഫ്? ഇപ്പം പുതിയ നിയമത്തിൽ വന്ന ശേഷം പാസ്റ്റർമാരെല്ലാം പഴയ നിയമത്തിലെ നീതി പ്രസംഗിക്കാൻ കാരണം എന്താ? ഇത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കണ്ണ് നോക്കിയാൽ ചൂടിനെടുത്ത് എറിഞ്ഞു കളയണം. സ്ത്രീയെ മോഹിക്കുന്നതിന് വേണ്ടി നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തു പോയി. അത് അന്ന് കർത്താവ് പറഞ്ഞത് ഒരു 5-6 വർഷം മുമ്പാണ്. ഇവിടെ ഋഷിരാജ് സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് അത് 14 സെക്കൻഡ് നോക്കിയാലാണ് പാപമെന്ന്. ആലോചിച്ച് നോക്കി. അപ്പോൾ കർത്താവ് അന്നേ പറഞ്ഞിട്ടുണ്ട്, നോക്കിയാൽ അത് വ്യഭിചാരമെന്ന് അവിടെ എഴുതി കഴിഞ്ഞു. ഇത്ര ഭയങ്കര നിയമങ്ങൾ. അപ്പം പട പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ അവിടെ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ വിട്ടിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പം ഇവിടെ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അതിനേക്കാൾ 1000 ഇരട്ടി ശക്തിയിൽ വന്ന് നിൽക്കുക. രാവിലെ എഴുന്നേക്കണം, 4 കറി വേണം, അത് ഫ്രഷ് വേണം, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. റൂം അടിച്ചു വാരി ക്ലീൻ ചെയ്താൽ മാത്രം പോരാ, കഴുകി തുടയ്ക്കണം. ഭയങ്കര പണിയായിപ്പോയി. അപ്പോൾ ശരിക്കും നമുക്കിനി എന്ത് മതി? പഴയ നിയമത്തിലെ ഇറച്ചിയും ബീഫും ഒക്കെ പോരെ? അതുകൊണ്ടാണ് പാസ്റ്റർമാരെല്ലാം ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. കാരണം എന്താ? ഈ പുതിയ നിയമത്തിലേക്ക് വരാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്നൊരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ഭർത്താവ് ഭയങ്കര ക്രൂരനാണ്. എന്നാൽ പുതിയ നിയമത്തിലെ കർത്താവ് രാത്രി വരെ ഞാൻ അധ്വാനിച്ച് ഒന്നും ശരിയായില്ല. അപ്പോൾ പഴയ നിയമത്തിലൊന്നും ശരിയായില്ലെങ്കിൽ പുതിയ നിയമത്തിലെ കാര്യം അറിയാമല്ലോ, ഒന്നും ശരിയായിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എന്തോ ആയി പരിപാടി, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീയല്ല, ഞാൻ ചെയ്തോളാം. അതെങ്ങനെയുണ്ട് പരിപാടി? ഈ ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ ഇരിപ്പുണ്ട്, ഞാനങ്ങനെ പണിയൊന്നും ചെയ്യുന്ന ആളല്ല, കാരണം എനിക്ക് ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രം പരിഗണിക്കണം. ഓക്കെ, ഭർത്താവിന് ഭാര്യയോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ഇത്രയും സഹായിക്കുന്നു വയ്ക്കാം. ഓക്കെ, ഇത്രയും സ്നേഹം ഉണ്ടെങ്കിലോ 50-50, പകുതി നീ ചെയ്യുക, പകുതി ഞാൻ ചെയ്യാം. 360 ഡിഗ്രി സ്നേഹമാണെങ്കിലോ നീ അവിടെ ഇരുന്നോ. ഈ ഭർത്താവ് ഭയങ്കര എക്സ്പേർട്ടും ഭാര്യ ഒന്നും അറിയാൻ വയ്യാത്ത ആളാണെങ്കിലും ഭർത്താവ് ഭാര്യയോട് എന്തായിരിക്കും പറയുന്നത്? നീ അനങ്ങാതിരിക്കാമെങ്കിൽ ഞാൻ നിനക്ക് വല്ലതും തരാം. എൻ്റെ ഭാര്യ എന്നോടാ പറയുന്നത് കുറേ കഴിയുമ്പോൾ, നിങ്ങളവിടെ അടങ്ങിയിരുന്നാൽ എനിക്ക് അത്രയും നല്ലപോലെ ചെയ്യാം, കാരണം ഞാൻ ഒരു സ്കില്ലുള്ള ആളല്ല. ഓക്കെ, അപ്പോൾ ഭർത്താവ് അങ്ങനെ നമ്മൾ പറയുന്നത്, കർത്താവ് അങ്ങനെ പറയുന്നത്, നീ ഇതിനകത്ത് പണിയാൻ പോയാൽ പ്രശ്നമാവും, നീ മരിച്ചോ, ഞാനിത് ചെയ്തോളാം. ഇതാണ് ന്യായപ്രമാണത്താലുള്ള നീതിയല്ല, ഇത് ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ടുള്ള നീതിയാണ്. എത്ര പേർക്ക് മനസ്സിലായത്? നിങ്ങളൊന്ന് ആലോചിക്കുക, പൗലോസ് എന്ത് കഷ്ടപ്പെട്ട ഇത് എഴുതിയെന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് പാടുപെടുന്നു ആലോചിക്കുക.
അപ്പോൾ ഇനിയും മീശ പഠിച്ചാലുള്ള നീതിയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതിനേക്കാളൊക്കെ ഉന്നതമായ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന അത്രയും വലിയ നീതിയിലേക്കാണ് നമ്മൾ വിശ്വാസത്താൽ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം ഇത് നിർത്തുന്നതിന് മുമ്പ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ന്റെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അനിന്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബ്ലെയിമും ഇല്ലാത്ത ആൾ, അതായത് പെർഫെക്റ്റ്ലി പ്രമാണമല്ല അനുസരിച്ച ആൾ. ഇനി 9-ാം വാക്യം വായിച്ചേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണം അനുസരിച്ചിട്ട് കിട്ടിയ എൻ്റെ സ്വന്തം നീതി അല്ല, സ്വയനീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അപ്പം നിങ്ങൾ എന്താ പറയേണ്ടത് ഇപ്പം ഹൃദയത്തിൽ? കർത്താവെ, ഞാൻ എത്ര അധ്വാനിച്ചാലും ഒരു മനുഷ്യൻ്റെ നീതി മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ മരിച്ച് നീ എന്നിൽ വസിച്ചാൽ ദൈവത്തിന് ഫലം കൊടുക്കുമാറ് ഈ മരണം അനുഭവിക്കാൻ എനിക്ക് പറ്റും. എത്ര പേർക്ക് മനസ്സിലായി? അപ്പം നമ്മുടെ ഫലം ദൈവത്തിനുള്ളതാകണമെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, ക്രിസ്തു അത് നമ്മളിലൂടെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രവൃത്തികൾ മാത്രമേ പിതാവ് അംഗീകരിക്കുന്നുള്ളൂ. നമ്മുടെ പ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെ താഴെ കിടക്കുകയുള്ളൂ. അപ്പോൾ വിശ്വാസത്താൽ രക്ഷപ്പെടുന്നത് എങ്ങോട്ടാണ്? വിശ്വാസത്താൽ രക്ഷപ്പെടുന്നത് ചില ആൾക്കാരുണ്ട്, വിശ്വാസം വേണം ബ്രദറെ, അങ്ങനല്ല. ഫെയ്ത്ത് ഈസ് ഈക്വൽ ടു ക്രൈസ്റ്റ്. ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നാണ് ഈ ഫെയ്ത്തിൻ്റെ അർത്ഥം. അതിനേക്കാൾ ഉന്നതമായ വേറെ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഫെയ്ത്ത് എലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? വിശ്വാസം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമേ പണി നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാം സ്നേഹിക്കാം, അതെല്ലാം അഭിനയമായിരിക്കും. കാരണം ശരിക്കും പറഞ്ഞാൽ അത്രേ പറ്റുള്ളൂ. എനിക്ക് സ്നേഹിക്കാൻ 1, 2, 4, 5, 10 പേര് അല്ലെങ്കിൽ 20 പേര്, അതിൽ കൂടുതലൊന്നും എനിക്കിങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഭയങ്കര കപ്പാസിറ്റി ആയിരിക്കും, എനിക്കറിയത്തില്ല. എൻ്റെ കാര്യം എനിക്ക് ഓർമ്മ പോലുമില്ല. ഈ പാസ്റ്റർ ഞങ്ങൾ ഒന്നിച്ച് ഒരു ശുശ്രൂഷയിലുണ്ടായിരുന്ന ആളെ എനിക്ക് ആളുടെ ഫേസ് ചെറുതായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ ബാക്കിയല്ല. എൻ്റെ മറവി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ എത്ര പേരെ സ്നേഹിക്കും? കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെന്നപ്പം, ഒരു മിനിറ്റ് കൊണ്ട് നിർത്തിക്കളോ, ഒരു ചർച്ച ചെന്നപ്പം ഒരു അങ്കിൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, പാസ്റ്റർ എന്നെ മനസ്സിലായി? ഞാൻ പറഞ്ഞു ഇല്ല, ഒരു പിടിയും കിട്ടുന്നില്ല. കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ വന്നായിരുന്നല്ലോ. വന്നായിരുന്നു, അന്ന് ഞങ്ങളുടെ വീട്ടിലാണ് 3 ദിവസം താമസിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈ ഓർമ്മയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ വഴിയിലെങ്ങാനും വെച്ച് കാണുമ്പോൾ ആ ചേസ് ബ്രദർ അത്രയും ഞങ്ങൾ സംസാരിച്ചിട്ട് ഒന്ന് മൈൻഡ് അതൊന്ന് ചിരിച്ചിട്ടൊരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്ര നിസ്സഹായനായ മനുഷ്യനോട് കർത്താവ് പറയുന്നത്, സകലരെയും ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് വയ്യ കർത്താവേ, ഞാൻ മരിച്ചു, നീ എന്നിൽ വസിച്ച് ചെയ്താൽ കൊള്ളാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇതെങ്ങനെയാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നു എന്നുള്ള കാര്യം നമുക്ക് നാളെ കാണാം. കാരണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് കണ്ടാൽ ശരിയാവില്ലെന്ന് സമയമാടി 9:50 അതുകൊണ്ട് നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലായാലും കർത്താവ് അത് ഓൾറെഡി പരിഹരിച്ച് കഴിഞ്ഞു. കാരണം അവൻ്റെ ക്രൂശിൽ നമ്മൾ മരിച്ചു. ഇനി ഞാനല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ എതിർപ്പാണോ പ്രശ്നമാണോ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ? മരിച്ചു കിടക്കുമ്പോഴാണ് ആൾക്കാരെല്ലാം പൊക്കി പറയുന്നത്. ഏതെങ്കിലും മരിച്ചു കിടക്കുന്ന ആൾ എഴുന്നേറ്റ് താങ്ക് യു ഇതായിരുന്നു ഞാൻ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചു കിടക്കുന്ന ആൾ ഇത്രയും വെടി പൊട്ടിച്ച പടക്കം പൊട്ടിച്ചാൽ പോരാ, കുറച്ചുകൂടെ പുകഴ്ത്തി പറയടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ അതൊന്നും പ്രശ്നമില്ല. മരിച്ചവനെ സംബന്ധിച്ച് ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞോ, താഴ്ത്തി പറഞ്ഞോ, തള്ളിക്കളഞ്ഞോ, വഴിയിലെറിഞ്ഞോ, ഡസ് നോട്ട് മാറ്റർ. ആകെ മാറ്റർ ചെയ്യുന്ന എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവനുണ്ടോ, അത് വളരുന്നുണ്ടോ, പിതാവിന് പ്രസാദമായ ഫലം പുറപ്പെടുന്നുണ്ടോ, ആ ജീവൻ വേണ്ടി ഈ ജീവൻ പോകുന്നതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന പുത്രൻ്റെ ജീവനായി, അവകാശങ്ങൾക്കായി, മക്കളെ എന്നുള്ള വിളിക്കായി, അതിനുവേണ്ടി സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളയാൻ അങ്ങേക്ക് തോന്നിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്കായി മരിച്ചതല്ലാതെ, അങ്ങ് ഞങ്ങൾക്കായി ഇന്നും ജീവിക്കുന്നതല്ലാതെ വേറെ ഒരു നന്മയും അവകാശപ്പെടുവാൻ ഞങ്ങൾക്കില്ല. എല്ലാ രക്ഷയുടെ സന്തോഷങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ക്രിസ്തു ഞങ്ങളോട് വെളിപ്പെടുന്ന വരത്തക്ക രീതിയിൽ കർത്താവ് ഞങ്ങളുടെ ജീവനെ ഞങ്ങളുടെ പ്രകാശിപ്പിക്കും.